എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കെമിസ്ട്രിയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ആസിഡ് ആൻഡ് ബേസസ് എന്ന് പറയുന്നത്. ഇതിൽ ആസിഡ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ബേസ് നമ്മൾ വേറൊരു ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. എന്താണ് ആസിഡ് എന്ന് നോക്കാം. ആസിഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, പുളിപ്പ് രുചി തോന്നുന്ന വസ്തുക്കളാണ് ആസിഡുകളായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ആസിഡ് എന്നാൽ എ സബ്സ്റ്റൻസ് ദാറ്റ് ടേസ്റ്റ് sour, turns blue litmus paper red and releases hydrogen ion when dissolved in water. അതായത് പുളിപ്പ് രുചി തോന്നിക്കുന്ന, ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡ് ലിറ്റ്മസ് പേപ്പർ ആക്കി മാറ്റുന്ന, വാട്ടർ ആഡ് ചെയ്യുന്ന സമയത്ത് ഹൈഡ്രജൻ അയോണുകളെ റിലീസ് ചെയ്യുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുളിപ്പ് രുചി തോന്നിക്കുന്ന, നമ്മുടെ വീട്ടിലെ നാരങ്ങ വെള്ളം, പുളി, അതുപോലെ നമ്മളെ സിട്രസ് ഫ്രൂട്ടുകൾ, ഇതിനെല്ലാം പുളിപ്പ് രുചിയല്ലേ? ഇതെല്ലാം ആസിഡുകളാണ്. അതായത് പുളിപ്പ് രുചി തോന്നിക്കുന്ന എല്ലാ പദാർത്ഥങ്ങളും ഹൈഡ്രജൻ അയോണുകളെ റിലീസ് ചെയ്യുന്ന ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡ് ലിറ്റ്മസ് പേപ്പർ ആക്കി മാറ്റുന്ന ഈ വസ്തുക്കളെയാണ് നമ്മൾ ആസിഡുകൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ബേസ് എന്ന് പറയുന്നത്. പുളിപ്പ് രുചിക്ക് പകരം ഇവിടെ വരുമ്പോൾ ബിറ്റർ ടേസ്റ്റ്, ഒരു ചവർപ്പ് തോന്നിക്കുന്ന, അതായത് ഈ സബ്സ്റ്റൻസ് ദേ ടേസ്റ്റ് ബിറ്റർ, ഫീൽ സ്ലിപ്പറി ലൈക്ക് സോപ്പ്, ടേൺസ് റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ ആൻഡ് റിലീസസ് ഹൈഡ്രോക്സൈഡ് അയോൺ വെൻ ഡിസോൾവ് ഇൻ വാട്ടർ. അതായത് ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡ് ലിറ്റ്മസ് പേപ്പർ ആക്കുന്നത് ആസിഡ് ആണെന്ന് പറഞ്ഞു. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ബേസിൽ പറയുന്നത്. റെഡ് ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ആക്കി മാറ്റുന്ന, ബിറ്റർ ടേസ്റ്റ് ഉള്ള, വഴുവഴുപ്പ് തോന്നിക്കുന്ന, സ്ലിപ്പറി സോപ്പ് പോലെയുള്ള, അതായത് സ്ലിപ്പറി ക്യാരക്ടർ കാണിക്കുന്ന ഹൈഡ്രോക്സൈഡ് അയോണുകളെ റിലീസ് ചെയ്യുന്ന പദാർത്ഥങ്ങളാണ് ബേസ് എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? എ സബ്സ്റ്റൻസ് വിച്ച് ടേസ്റ്റ് ബിറ്റർ, ഫീൽസ് സ്ലിപ്പറി എന്ന് പറഞ്ഞാൽ വഴുവഴുപ്പ് തോന്നിക്കുന്ന, സോപ്പ് പോലെ ഇരിക്കുന്ന, വഴുവഴുപ്പ് തോന്നിക്കുന്ന, ടേൺസ് റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ, റെഡ് ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ ആക്കി മാറ്റുന്ന, ഹൈഡ്രോക്സൈഡ് അയോണുകളെ റിലീസ് ചെയ്യുന്ന പദാർത്ഥങ്ങളാണ് ബേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? ആസിഡ് എന്ന് പറയുമ്പോൾ സോർ ടേസ്റ്റ് ആണ്, ബേസിന് ബിറ്റർ ടേസ്റ്റ് ആണ്. ആസിഡ് ഹൈഡ്രജൻ അയോണുകളെ റിലീസ് ചെയ്യുമ്പോൾ നമ്മുടെ ബേസ് എന്ന് പറയുന്നത് ഹൈഡ്രോക്സൈഡ് അയോണുകളെ റിലീസ് ചെയ്യുന്നു. ആസിഡ് എന്ന് പറയുന്നത് ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡ് ലിറ്റ്മസ് പേപ്പർ ആക്കി മാറ്റുന്നു. നമ്മുടെ ബേസ് എന്ന് പറയുന്നത് റെഡ് ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ആക്കി മാറ്റുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ പേര് വന്നത് കൂടി നമുക്ക് നോക്കണം. നമ്മുടെ ആസിഡ് എന്ന് പറയുന്ന പദം വന്നത് നമ്മുടെ ലാറ്റിൻ പദമായ അസിഡസ് എന്ന പദത്തിൽ നിന്നാണ് ആസിഡ് എന്ന പദം വന്നത്. എന്താണ് അസിഡസ് എന്ന വാക്കിന്റെ അർത്ഥം എന്നറിയാമോ? പുളിപ്പ്, സോറ് എന്നാണ് ആ ഒരു പദത്തിന്റെ അർത്ഥം വരുന്നത്. അപ്പോ ആസിഡ് എന്ന പദം വന്നത് അസിഡസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ആസിഡ് എന്ന പദം വന്നത്. അസിഡസ് എന്നാൽ മീനിങ് എന്താണ്? സോർ ടേസ്റ്റ് എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ലാറ്റിൻ പദത്തിലെ പുളിപ്പിന്റെ രുചിക്ക് പറയുന്നതാണ് അസിഡസ് എന്ന വാക്ക്. അസിഡസ് ആണ്, നാരങ്ങയുടെ രുചിക്കൊക്കെ പറയുന്നതാണ് അസിഡസ് എന്ന് പറയുന്ന പദം. ആ അസിഡസ് എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് ആസിഡ് എന്ന വാക്ക് നമുക്ക് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ബേസ്, ആൽക്കലി എന്ന പദം എവിടെ നിന്ന് വന്നെന്നറിയാമോ? അത് കൊണ്ടുവന്ന വ്യക്തിയുടെ പേരാണ് ഗുല്ലമേ റൂലെ എന്ന് പറയുന്ന വ്യക്തി. ഗുല്ലമേ റൂലെയാണ് ഈ ആൽക്കലി എന്ന പദം കൊണ്ടുവന്നത്. ആ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് അറബിക് പദമായ അൽഖ്വാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ മരങ്ങളുടെയും ഇലകളുടെയും ചാരം എന്നർത്ഥം വരുന്ന, ആഷസ് ഓഫ് ട്രീസ് ആൻഡ് പ്ലാന്റ്സ് എന്നർത്ഥം വരുന്ന ആ അൽഖ്വാലി എന്ന അറബിക് പദത്തിൽ നിന്നാണ് ആൽക്കലി എന്ന പദം രൂപപ്പെട്ടത്. പിടികിട്ടിയോ? ആസിഡ് എന്ന വാക്ക് വന്നത് ലാറ്റിൻ പദമായ അസിഡസ് എന്ന പദത്തിൽ നിന്നാണ്. അർത്ഥം വരുന്നത് സോർ എന്നാണ് അർത്ഥം വരുന്നത്. ആൽക്കലി എന്ന പദം വന്നത് അറബിക് പദമായ അൽഖ്വാലി എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ്. അർത്ഥം എന്താണ്? ഇലകളുടെയും മരങ്ങളുടെയും ആഷസ് എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ ഇതാണ് പേരിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്. മീനിങ് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസിഡ് എന്ന പദം വന്നത് ലാറ്റിൻ നിന്നാണെങ്കിൽ ആൽക്കലി അല്ലെങ്കിൽ ബേസ് എന്ന് പറയുന്ന പദം വന്നത് അൽഖ്വാലി എന്ന് പറയുന്ന അറബിക് പദത്തിൽ നിന്നാണ്. ഇനി ആസിഡിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞു. പ്രധാനമായിട്ടും ആസിഡിന്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ആദ്യമേ നോക്കിയതാണ്. സബ്സ്റ്റൻസ് വിച്ച് ഡൊണേറ്റ് ഹൈഡ്രജൻ അയോണുകളെ ഡൊണേറ്റ് ചെയ്യുന്ന, ഹൈഡ്രജൻ അയോണുകളെ റിലീസ് ചെയ്യുന്നവരാണെന്ന് പറഞ്ഞു. വെൻ ഡിസോൾവ് ഇൻ വാട്ടർ ടേസ്റ്റ് സോർ, ടേൺസ് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഹൈഡ്രജൻ അയോണുകളെ ഡൊണേറ്റ് ചെയ്യുന്ന, സോർ ടേസ്റ്റ് ഉള്ള, ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡ് ലിറ്റ്മസ് പേപ്പർ ആക്കുന്നവരാണ് ആസിഡ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 3 തിയറികൾ നമ്മളിവിടെ നോക്കണം. അരീനിയസ് തിയറി, ബ്രോൺസ്റ്റഡ് ലോറി തിയറി, ലൂയിസ് തിയറി. എന്താണ് അരീനിയസ് തിയറി എന്ന് പറയുന്നത്? സബ്സ്റ്റൻസ് ദാറ്റ് ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയൺ ഇൻ ആൻ അക്വസ് സൊല്യൂഷൻ. ഒരു വസ്തു ഒരു വെള്ളവുമായിട്ട് കൂടിച്ചേരുമ്പോൾ, ഒരു അക്വസ് സൊല്യൂഷനിൽ ഒരു പദാർത്ഥം ഹൈഡ്രജൻ അയോണുകളെ റിലീസ് ചെയ്താൽ അവർ ആസിഡ് എന്ന് പറഞ്ഞു.
അതാണ് അരീനിയസ് തത്വം എന്ന് പറയുന്നത്. അരീനിയസ് തിയറി എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ? ഈ സബ്സ്റ്റൻസ് ദാറ്റ് ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഒരു വസ്തു അതായത് ഒരു അക്വസ് സൊല്യൂഷനിൽ ഒരു പദാർത്ഥം ഹൈഡ്രജൻ അയോണുകളെ റിലീസ് ചെയ്യുകയാണ്. അതായത് അതിന്റെ ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോണുകളുടെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഒരു അക്വസ് സൊല്യൂഷനിൽ കൂടുതലാണെങ്കിൽ, ഒരു അക്വസ് സൊല്യൂഷനിൽ ഹൈഡ്രജൻ അയോണുകളുടെ അളവ് കൂടുതലാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ആസിഡ് എന്ന് പറയാം. അത് ഏത് തത്വമാണ്? അരീനിയസ് തിയറിയാണ്. അരീനിയസ് തിയറി സബ്സ്റ്റൻസ് ദാറ്റ് ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺസ് ഇൻ ആൻ അക്വസ് സൊല്യൂഷൻ. ഒരു അക്വസ് സൊല്യൂഷൻ എന്നാൽ വാട്ടർ ആഡ് ചെയ്തിട്ടുള്ള ഒരു സൊല്യൂഷൻ. അപ്പോൾ ഒരു അക്വസ് സൊല്യൂഷനിൽ ഹൈഡ്രജൻ അയോണുകളുടെ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ, ഹൈഡ്രജൻ അയോണുകളുടെ കോൺസെൻട്രേഷൻ കൂടിയാൽ അത് നല്ല സ്ട്രോങ് ആസിഡ്. അങ്ങനെ ഒരു അർത്ഥത്തിൽ ഹൈഡ്രജൻ അയോണുകളുടെ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ ആ ഒരു തിയറിയെ പറ്റി പറയുന്നതാണ് അരീനിയസ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ സബ്സ്റ്റൻസ് ദാറ്റ് ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺ ഇൻ ആൻ അക്വസ് സൊല്യൂഷൻ, ഒരു അക്വസ് സൊല്യൂഷനിൽ ഹൈഡ്രജൻ അയോണുകളെ റിലീസ് ചെയ്യുന്നതിന്റെ അളവ് കൂടുതലാണെങ്കിൽ അതിനെ നമുക്ക് ആസിഡ് എന്ന് വിളിക്കാം. ആ ഒരു തിയറി പറയുന്നതാണ് അരീനിയസ് തിയറി എന്ന് പറയുന്നത്. ഇനി എ സബ്സ്റ്റൻസ് ദാറ്റ് ആക്ട് ആസ് പ്രോട്ടോൺ ഡോണർ ആണെങ്കിൽ, പ്രോട്ടോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് ചാർജ് ഉള്ള കണങ്ങളെ പ്രോട്ടോണുകൾ എന്ന് വിളിക്കുന്നു. നമ്മുടെ ബ്രോൺസ്റ്റഡ് ലോറി തിയറി പറഞ്ഞത് എ സബ്സ്റ്റൻസ് ദാറ്റ് ആക്ട് ആസ് എ പ്രോട്ടോൺ ഡോണർ, ഒരു പ്രോട്ടോൺ ഡോണർ ആണെങ്കിൽ, ഒരു വസ്തു എന്ന് പറയുന്നത് ഒരു പ്രോട്ടോൺ ഡോണർ ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ആസിഡ് എന്ന് പറയാം. ആ തിയറിയാണ് ബ്രോൺസ്റ്റഡ് ലോറി തിയറി എന്ന് പറയുന്നത്. ആസിഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഡിഫറെന്റ് തിയറികളാണ് ഈ പറയുന്നത്. ഈ അരീനിയസ് തിയറിയെ പറ്റിയിട്ടും നമ്മുടെ ബ്രോൺസ്റ്റഡ് ലോറി തിയറിയെ പറ്റിയിട്ടും ലൂയിസ് തിയറിയെ പറ്റിയിട്ടും ഡീപ്പായിട്ട് പഠിക്കാം. പക്ഷെ നമുക്ക് ഒരു എക്സാം ബേസ്ഡ് നോക്കുമ്പോൾ അതിന് എത്ര നമ്മൾ കോൺസെൻട്രേഷൻ ഈ ഒരു ഭാഗത്ത് നിന്ന് അങ്ങനെ തിയറികളെ പറ്റി നിങ്ങളോട് ചോദിക്കില്ല, ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ. തിയറികൾ മാത്രം പഠിക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്, അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞെന്ന് പോകുന്നേ ഉള്ളൂ. നമുക്ക് ആ ക്വസ്റ്റ്യൻ വരുന്ന മേഖല നോക്കിയാൽ പോരെ, അല്ലേ? ഇനി ലൂയിസ് തിയറി നോക്കുകയാണെങ്കിൽ സബ്സ്റ്റൻസ് ദാറ്റ് ക്യാൻ അക്സെപ്റ്റ് എ പെയർ ഓഫ് ഇലക്ട്രോൺ, അതായത് നേരെ ഓപ്പോസിറ്റ്. നമ്മുടെ ബ്രോൺസ്റ്റഡ് ലോറി തിയറിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ലൂയിസ് തിയറി പറയുന്നത്. ബ്രോൺസ്റ്റഡ് ലോറി തിയറി പറയുന്നത് എന്താണ്? പ്രോട്ടോണുകളെ എന്ത് ചെയ്യുന്നത്? ഡൊണേറ്റ് ചെയ്യുന്നവരാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പ്രോട്ടോണുകളെ ഡൊണേറ്റ് ചെയ്യുന്നവര് ഇലക്ട്രോണുകളെ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോണുകളെ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പൊ പ്രോട്ടോണുകളെ ഡൊണേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണുകളെ അക്സെപ്റ്റ് ചെയ്യുന്നു. പ്രോട്ടോണുകളെ ഡൊണേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന തിയറി പറയുന്നത് ബ്രോൺസ്റ്റഡ് ലോറി തിയറി ആണെങ്കിൽ, ഇലക്ട്രോണുകളെ അക്സെപ്റ്റ് ചെയ്യുന്നവരാണ് എന്ന് പറയുന്ന തിയറി ആണെങ്കിൽ ലൂയിസ് തിയറി. 3 തിയറികൾ ജസ്റ്റ് ഓർത്ത് വെച്ചോ. അരീനിയസ് തിയറി പഠിക്കണം. അരീനിയസ് തിയറി പറഞ്ഞ എന്താണ്? ഒരു അക്വസ് സൊല്യൂഷന്റെ ഹൈഡ്രജൻ അയോണുകളുടെ അളവ് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഹൈഡ്രജൻ അയോണുകളുടെ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ആസിഡ് എന്ന് വിളിക്കാം. അരീനിയസ് തിയറി അതാണ് പറയുന്നത്. ഒരു പദാർത്ഥത്തിലെ ഇന്ന പദാർത്ഥത്തിനെ അപേക്ഷിച്ച് ഹൈഡ്രജൻ അയോണുകളുടെ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ അതിന്റെ അസിഡിറ്റി കൂടുതലാണെന്നാണ് അർത്ഥം വരുന്നത്. ഇനി നമ്മുടെ ബ്രോൺസ്റ്റഡ് ലോറി തിയറി പറയുന്നത് ഇവരൊക്കെ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പ്രോട്ടോൺ ഡോണേഴ്സ് ആണെന്ന് പറഞ്ഞു. ഇനി ലൂയിസ് തിയറി നേരെ ഓപ്പോസിറ്റ് പറഞ്ഞു, ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സ് ആണെന്ന് പറഞ്ഞു. പിടികിട്ടിയോ? ഇതാണ് തിയറി. ഇനി നമ്മൾ വരികയാണ് pH എന്ന വാക്കിന്റെ അടുത്ത് തന്നെ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. നമ്മൾ പറഞ്ഞില്ലേ ഹൈഡ്രജനിന്റെ അളവ് കൂടുതലാണെങ്കിൽ അത് നല്ല സ്ട്രോങ് ആസിഡ് ആണെന്ന്. ഈ സെയിം സാധനമാണ് pH വാല്യൂസിൽ നമ്മൾ നോക്കുന്നത്. pH വാല്യൂ കൊണ്ടുവന്നത് സൊറാൻസൺ ആണ് pH വാല്യൂ കൊണ്ടുവന്നത് 1909 അദ്ദേഹം കൊണ്ടുവരുന്നത്. pH വാല്യൂ മനസ്സിലാക്കുന്ന ആ ഒരു ചാർട്ടൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ നമ്മൾ ഇന്ന് പഠിക്കും കേട്ടോ. അപ്പൊ pH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജനിന്റെ പൊട്ടൻഷ്യൽസിന് അനുസരിച്ച് ഹൈഡ്രജൻ അയോണുകളുടെ കോൺസെൻട്രേഷൻ അനുസരിച്ചിട്ടാണ് pH വാല്യൂ വെച്ചേക്കുന്നത്. 1909 സൊറാൻസൺ ആണ് pH സ്കെയിൽ കൊണ്ടുവരുന്നത്, pH സ്കെയിൽ ആവിഷ്കരിച്ചത്. It is a measure of concentration of hydrogen ion in a solution. അരീനിയസ് തിയറിയിലെ ആ സംഭവം തന്നെ. ഒരു സൊല്യൂഷനിൽ ഹൈഡ്രജൻ അയോണുകളുടെ കോൺസെൻട്രേഷൻ വെച്ചിട്ടാണ് നമ്മൾ pH വാല്യൂ മനസ്സിലാക്കുന്നത്. സ്കെയിലിന്റെ റേഞ്ച് അറിയാലോ എല്ലാവർക്കും. 0 to 14 വരെയാണ് സ്കെയിലിന്റെ റേഞ്ച് വരുന്നത്. ഈ 0യുടെയും 14ന്റെയും ഇടയിൽ ഒരാളുണ്ടടാ, നോക്കിക്കോ, അവന്റെ പേരാണ് 7 എന്ന് പറഞ്ഞു. ഒത്ത നടുക്കിരിക്കുന്ന 7 ഇല്ലേ, അത് ന്യൂട്രൽ ആണ്. ഇങ്ങോട്ട് പോകുമ്പോൾ അസിഡിക് ആണ്, ഇങ്ങോട്ട് വരുമ്പോൾ ബേസ് ആണ്. ഇതൊക്കെ അറിയാം, കൊച്ചു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 0 മുതൽ 14 വരെയുള്ള 14 വരെയുള്ള ഒരു നമ്പർ സിസ്റ്റം ആണ് pH സ്കെയിലുള്ളത്. ഒത്ത നടുക്കുള്ള 7 എന്ന് പറയുന്നത് ന്യൂട്രൽ ക്യാരക്ടർ ആണ്, ആസിഡുമല്ല ബേസുമല്ല. 2 വെള്ളത്തിലും കാല് ചവിട്ടുന്നവൻ
ന്യൂട്രൽ ആണ്. വാട്ടറിന്റെ pH അല്ലേ ന്യൂട്രൽ എന്ന് പറയുന്നത്. 7ന് മുകളിലോട്ട് എന്ന് പറയുമ്പോൾ 7 to 0 നോക്കുമ്പോൾ അസിഡിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യുകയാണ്. 7 to 14 നോക്കുമ്പോൾ ബേസ് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ 0 to 14 ആണ് നമ്മുടെ സൊറാൻസൺ കൊണ്ടുവന്ന pH സ്കെയിലിന്റെ വാല്യൂ എന്ന് പറയുന്നത്. 7 to 0 വരെ അസിഡിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യുന്നു. 7 to 14 വരെ ബേസ് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യുന്നു. 7 എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ്. ഓക്കെ, pH ഗ്രേറ്റർ ദാൻ 7 ആണെങ്കിൽ, pH നമ്മുടെ 7-നെക്കാളും കുറവാണെങ്കിൽ, pH എന്ന് പറയുന്നത് 7-നെക്കാളും കുറവാണെങ്കിൽ അസിഡിക് ആയിരിക്കും. 7 ആണെങ്കിൽ ന്യൂട്രൽ ആയിരിക്കും. pH എന്ന് പറയുന്നത് 7-നെക്കാളും കൂടുതലാണെങ്കിൽ എന്തെന്ന് വിളിക്കാം? ബേസ് ക്യാരക്ടർ എന്ന് വിളിക്കാം. നോക്കിക്കോ, പ്രധാനപ്പെട്ട pH വാല്യൂ നമ്മൾ ഇന്ന് പഠിക്കും. അമോണിയ എന്ന് പറയുന്നത് ബേസ് ക്യാരക്ടർ ഉള്ള ഒരു പദാർത്ഥമാണ്. പ്രധാനമായിട്ടും നമ്മൾ വളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥമാണ് അമോണിയ എന്ന് പറയുന്നതിന്റെ pH 10.6 to 11 എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. 10.6നും 11നും ഇടയിലാണ് ഈ പറയുന്ന അമോണിയയുടെ pH എന്ന് പറയുന്നത്. അപ്പോൾ 10.6 to 11 ആണ് അമോണിയയുടെ pH എന്ന് പറയുന്നത്. ലൈം വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെമൺ ജ്യൂസ് എന്ന് വിചാരിക്കരുത്. ലൈം വാട്ടർ ഇവിടെ ഉദ്ദേശിക്കുന്നത് ചുണ്ണാമ്പ് വെള്ളമാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ലൈം വാട്ടർ. 10.5 ആണ്. മിൽക്ക് ഓഫ് മഗ്നീഷ്യ കേട്ടിട്ടില്ലേ? അതും 10.5 ആണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് അമോണിയയുടെ വാല്യൂ? 10.6നും 11നും ഇടയിലാണ്. അതൊരു ആൽക്കലി ക്യാരക്ടർ ഉള്ളതാണ്. നമുക്ക് ഇവിടുന്ന് മുകളിലോട്ട് പഠിക്കാം. നമുക്കറിയാം 7 ഇല്ലേ? 7 ന്യൂട്രൽ ആണ്, വാട്ടർ ആണ്. അതിന് മുകളിലോട്ടുള്ള കാര്യം പഠിക്കാം. അമോണിയയുടേത് 10.6 to 11 ആണ് അതിന്റെ ഒരു pH വാല്യൂ വരുന്നത്. ലൈം വാട്ടർ ചുണ്ണാമ്പ് വെള്ളം എന്ന് പറയുന്നത് 10.5 ആണ് pH വാല്യൂ. ബേക്കിംഗ് സോഡ അപ്പക്കാരം എന്താ നമ്മൾ പറയുന്നത്? സോഡിയം ബൈകാർബണേറ്റ് അല്ലേ? സോഡിയം ബൈകാർബണേറ്റ്, ബേക്കിംഗ് സോഡ, അപ്പക്കാരം 8 to 9 ആണ് വരുന്നത്. 8 to 9 ആണ്. 8നും 9നും ഇടയിലാണ് ആ ഒരു വാല്യൂ വരുന്നത്. 8 to 9 8.9 എന്ന് പറയും. 8.9 ആണ്. 8 to 9 അല്ല, 8.9 ആണ്. 8.9 ആണ് ബേക്കിംഗ് സോഡയുടെ പറയുന്നത്. ഇനി ടൂത്ത് പേസ്റ്റ് ആണെങ്കിൽ, നമ്മൾ ഉപയോഗിക്കുന്ന പല്ല് തേക്കുന്ന ടൂത്ത് പേസ്റ്റ് ഇല്ലേ? നിങ്ങളുടെ ടൂത്ത് പേസ്റ്റിൽ ഉപ്പുണ്ടോ എന്നല്ലേ ചോദിക്കുന്നത്? ഉപ്പെന്ന് പറഞ്ഞാൽ എന്താണ്? ആൽക്കലി ക്യാരക്ടർ ഉള്ളതാണ്, ക്ഷാര ഗുണമുള്ളതാണ് അല്ലെ? സോൾട്ട് എന്ന് പറയുന്നത്. 8.7 ആണെങ്കിൽ ടൂത്ത് പേസ്റ്റ് ആണ്. സീ വാട്ടർ കടൽ വെള്ളം ചോദിച്ചിട്ടുണ്ട്. കടൽ ജലത്തിന്റെ pH ചോദിച്ചിട്ടുണ്ട്. 8. ശുദ്ധജലം 7 ആണ്. ഉപ്പുവെള്ളം, കടൽ വെള്ളം 8 ആണ്. ഒന്ന് കൂട്ടി പറയണം കേട്ടോ. ബ്ലഡ് 7.4 ആണ്. രക്തം 7.4 ആണ്. പ്യുവർ വാട്ടർ എല്ലാവർക്കും അറിയാം 7 ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പെട്ടെന്ന് പഠിച്ചു വെച്ചോ. 7 എന്ന് പറയുന്നത് നമ്മുടെ വാട്ടർ ആണ്. ബ്ലഡ് 7.4 ആണ്. 8 എന്ന് പറയുന്നത് കടൽ വെള്ളമാണ്, സീ വാട്ടർ ആണ്. 8.7 എന്ന് പറയുന്നത് ടൂത്ത് പേസ്റ്റ് ആണ്. 8.9 ബേക്കിംഗ് സോഡയാണ്. ലൈം വാട്ടർ 10.5 ആണ്. അമോണിയ 10.6 to 11 ഇടയിലാണ് വരുന്നത്. ഇനി സലൈവ, ഉമിനീര്, നമ്മുടെ വായിലുള്ള ഉമിനീരല്ലേ? എന്ത് ക്യാരക്ടറാ? അസിഡിക് ക്യാരക്ടർ ആണ്. 6.4 ആണ്. 6.4 ആണ് സലൈവ എന്ന് പറയുന്നത്. മിൽക്ക്, നമ്മൾ കുടിക്കുന്ന മിൽക്കില്ലേ, അതിൻ്റെത് 6.8 ആണ്. 6.8 ആണ് കുടിക്കുന്ന പാലിന്റെ ആ ഒരു പാലിൽ ലാക്റ്റിക് ആസിഡ് അല്ലേ? 7ന് മുകളിലാണ്. 6.8 ആണ്. ഇനി യൂറിൻ എന്ന് പറയുന്നത് 6 ആണ്. യൂറിന്റെ pH 6 ആണ്. ടീ, നമ്മുടെ ചായ 5.5 ആണ്. ടീ 5.5 ആണ്. കോഫി 5 ആണ്. കോഫിക്കാണ് കുറച്ചും കൂടി അസിഡിറ്റി കൂടിയത്. അപ്പോൾ ടീ എന്ന് പറയുന്നത് 5.5 ആണ്. കോഫി 5 ആണ്. ബിയർ എന്ന് പറയുന്നത്, വൈൻ എന്നൊക്കെ പറയുന്നത് 4.5 ആണ്. ആസിഡ് റെയിൻ അമ്ലമഴ മലയാളത്തിൽ പറയും 4 to 5.5. ചിലയിടത്ത് 4 എന്ന് കിടക്കുന്നുണ്ട്, ചിലയിടത്ത് 5.5 എന്ന് കിടക്കുന്നുണ്ട്. അതാണ് പറഞ്ഞത്. 4 to 5.5. ടൊമാറ്റോ, തക്കാളി, ഓക്സാലിക് ആസിഡ് തക്കാളി എത്രയാണ്? 4.2 ആണ്. വിനാഗിരി, അസറ്റിക് ആസിഡ് വിനാഗിരി 4.2 ആണ്. ഓറഞ്ച് ജ്യൂസ് 3.1 to 4.1 ഇടയിലാണ് പറയുന്നത്. ഗ്രേപ്പ് ജ്യൂസ് 3.4. ഇതും നിങ്ങൾ പഠിക്കേണ്ട. ഓറഞ്ച് ജ്യൂസും ഗ്രേപ്പ് ജ്യൂസും പഠിക്കേണ്ട. ലെമൺ ജ്യൂസ് ചോദിച്ചിട്ടുണ്ട്, അത് പഠിക്കണം. 2.4 ആണ്. അതുപോലെ ഗ്യാസ്ട്രിക് ജ്യൂസ്, നമ്മുടെ വയറിനകത്തുള്ള ഗ്യാസ്ട്രിക് ജ്യൂസ്, ദഹനരസം, മാറിപ്പോരുത്. സലൈവ ഉമിനീരാണ്. സലൈവയുടേത് എത്രയാണ്? അത് നമ്മൾ നേരത്തെ പഠിച്ചു. സലൈവ 6.4 ആണ്.
സലൈവ 6.4 ആണ്. പക്ഷെ ഗ്യാസ്ട്രിക് ജ്യൂസ് എന്ന് പറയുന്നത് 1.6 to 1.8 ആണ്. ദഹനരസം ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലേ. അപ്പോ ഈ പറയുന്ന ഗ്യാസ്ട്രിക് ജ്യൂസിന്റെ എത്രയാണ് pH എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1.4 ആണ്, അല്ലെങ്കിൽ 1.4 അല്ല 1.6 to 1.8 എന്ന് പഠിക്കണം. ഓക്കെ, അപ്പോ ഗ്യാസ്ട്രിക് ജ്യൂസ് 1.6 to 1.8 ആണ്. ലെമൺ ജ്യൂസ് എന്ന് പറയുന്നത് 2.4 ആണ്. നമ്മുടെ വിനാഗിരി 4.2 ആണ്. ടൊമാറ്റോ 4.2 ആണ്. നമ്മളുടെ ബിയർ എന്ന് പറയുന്നത് 4.5 ആണ്. ആസിഡ് റൈൻ 4.5 ആണ്. അതിനുശേഷം കോഫി 5 ആണ്. ടീ 5.5 ആണ്. ആൻഡ് യൂറിൻ എന്ന് പറയുന്നത് 6 ആണ്. ഇതാണ് പ്രധാനപ്പെട്ട ആ ഒരു എന്താ പറയുന്നത് pH വാല്യൂ എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാസ് ദ ഹയസ്റ്റ് pH വാല്യൂ? ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. തന്നിരിക്കുന്നതിൽ ഹയസ്റ്റ് pH വാല്യൂ ഉള്ളത് ആർക്കാണ്? pH വാല്യൂ കൂടുക എന്ന് പറഞ്ഞാൽ ആൽക്കലി ക്യാരക്ടർ കൂടുക എന്നുള്ള അർത്ഥം. അതായത് ലെമൺ ജ്യൂസ് എന്ന് പറയുന്നത് ആസിഡ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ബ്ലഡ് എന്ന് പറയുന്നതിൻ്റെ അറിയാം 6.4 ആണെന്ന് അറിയാം. മിൽക്ക് ഓഫ് മെഗ്നീഷ്യ നമ്മൾ നേരത്തെ പറഞ്ഞു, മിൽക്ക് ഓഫ് മെഗ്നീഷ്യ എത്രയാണ്? 10.5 ആണ് അല്ലെ, 10.5 ആണ്. പ്യുവർ വാട്ടർ 7 ആണ്. അപ്പോൾ pH വാല്യൂ കൂടിയത് ആർക്കാണ്? അത് നമ്മളുടെ മിൽക്ക് ഓഫ് മെഗ്നീഷ്യക്കാണ്. അപ്പൊ ആൻസർ കിട്ടിയില്ലേ? ലെമൺ ജ്യൂസ് അസിഡിക് ക്യാരക്ടർ ആണ്. ബ്ലഡ് എന്ന് പറയുന്നത് അസിഡിക് ആണ്. പ്യുവർ വാട്ടർ ന്യൂട്രൽ ആണ്. അങ്ങനെയാണെങ്കിൽ ആൽക്കലി സ്വഭാവമുള്ളതല്ലേ pH കൂടിയത്. അങ്ങനെയാണെങ്കിൽ മിൽക്ക് ഓഫ് മെഗ്നീഷ്യ ആണ് ആൻസർ വരുന്നത്. ഇനി ആസിഡുകൾ നമ്മൾ പ്രധാനമായിട്ടും ഡിഫറെന്റ് ക്യാരക്ടറിൽ പ്രധാനമായിട്ടും തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഓർഗാനിക് ആസിഡുകൾ എന്ന് വിളിക്കും. അതിനെ അതായത് ഓർഗാനിക് ആസിഡുകളും മിനറൽ ആസിഡുകളും. എന്താണ് ഓർഗാനിക് ആസിഡുകൾ എന്നറിയാമോ? സ്വാഭാവികമായിട്ട് നാച്ചുറലി ഉണ്ടാകുന്ന ആസിഡുകളാണ് ഓർഗാനിക് ആസിഡുകൾ എന്ന് പറയുന്നത്. നമ്മുടെ ഭൂമിയിൽ നമ്മൾ ഒന്നും ചെയ്യാതെ തന്നെ, നമ്മൾ ലാബുകളിൽ ഉണ്ടാക്കുന്ന ആസിഡുകളുണ്ട്. നമ്മൾ ഒന്നും ചെയ്യാതെ ഭൂമിയിൽ തന്നെ സ്വയം രൂപപ്പെട്ട ആസിഡുകളുണ്ട്. അതായത് നമ്മുടെ നാരങ്ങയിൽ, നമ്മുടെ പുളിയിലൊക്കെ ആസിഡുകളാണെന്ന് പറഞ്ഞില്ല. ഇത് നമ്മൾ ഉണ്ടാക്കുന്നതാണോ? അല്ല, സ്വാഭാവികമായിട്ടും രൂപാന്തരം പ്രാപിച്ച ആസിഡുകളാണ്. ഇതിനെ വിളിക്കുന്നതാണ് ഓർഗാനിക് ആസിഡ്. നാച്ചുറൽ ആയിട്ടുള്ള ആസിഡുകളെ വിളിക്കുന്ന പേരാണ് ഓർഗാനിക് ആസിഡുകൾ. ദീസ് ആർ ആസിഡ് ഡെറിവേറ്റ് ഫ്രം നാച്ചുറൽ സോഴ്സസ് ലൈക്ക് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. പ്ലാന്റ്സിൽ നിന്നും അനിമൽസിൽ നിന്നും രൂപപ്പെടുന്ന ആസിഡുകളാണ് ഓർഗാനിക് ആസിഡുകൾ എന്ന് പറയുന്നത്. പ്രൈമറി കണ്ടെയ്ൻ കാർബൺ ആൻഡ് ഹൈഡ്രജൻ. പ്രധാനമായിട്ടും ഇതിലെ കമ്പോണൻസുകൾ ആരൊക്കെയാണ്? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. ഓക്കെ, കാർബണും ഹൈഡ്രജനുമാണ് പ്രധാനപ്പെട്ട ഓർഗാനിക് ആസിഡിലെ കമ്പോണൻസുകൾ. ഇവർ പ്രധാനമായിട്ടും വീക്ക് ആസിഡുകളാണ്. വീര്യം കൂടിയ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡുകൾ പൊതുവിൽ നമ്മൾ ലാബുകളിൽ പ്രിപ്പയർ ചെയ്യുന്നവരാണ്. ലബോറട്ടറികളിൽ ഉണ്ടാക്കുന്ന മിനറൽ ആസിഡുകളാണ് സ്വാഭാവികമായിട്ടും എന്ത് കൂടിയ ആസിഡുകൾ? നമ്മുടെ ആ ഒരു ക്യാരക്ടർ, അതായത് നല്ല റിയാക്ടിവിറ്റി കൂടിയ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡുകൾ എന്ന് പറയുന്നത് മിനറൽ ആസിഡുകളാണ്. നാച്ചുറലി രൂപപ്പെട്ട ആസിഡുകൾ വീക്ക് ആസിഡുകളാണ്. അപ്പോൾ വീക്ക് ആസിഡുകൾ എന്നാണ് പ്രധാനമായിട്ട് നമ്മുടെ ഓർഗാനിക് ആസിഡുകൾ അറിയപ്പെടുന്നത്. പ്രധാനപ്പെട്ട ഓർഗാനിക് ആസിഡുകൾ ഏതൊക്കെയാണ്? ലെമണിൽ കാണുന്ന സിട്രിക് ആസിഡ്, വിനാഗിരിയിൽ കാണുന്ന അസറ്റിക് ആസിഡ്, കേർഡിൽ കാണുന്ന, മിൽക്കിൽ കാണുന്ന നമ്മുടെ എന്താണ് ലാക്റ്റിക് ആസിഡ്, ഫോമിക് ആസിഡ്, കടന്നലിലും ഉറുമ്പുകളിലും കാണുന്ന ഫോമിക് ആസിഡ്, ഓക്സാലിക് ആസിഡ്, നമ്മുടെ തക്കാളിയിലും സ്പിനാച്ചിലും ചീരയിലൊക്കെ കാണുന്ന ഓക്സാലിക് ആസിഡ്. ഇതൊക്കെ നാച്ചുറലി ഉള്ള സാധനങ്ങളല്ലേ. ഇതിനെയാണ് നമ്മൾ ഓർഗാനിക് ആസിഡുകൾ എന്ന് വിളിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും വീക്ക് ആസിഡുകളാണ്. അങ്ങനെയാണെങ്കിൽ മിനറൽ ആസിഡുകൾ എന്താണ്? ലബോറട്ടറികളിൽ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ആസിഡുകളെയാണ് നമ്മൾ മിനറൽ ആസിഡുകൾ എന്ന് വിളിക്കുന്നത്. ദേ ആർ ഓൾസോ കോൾഡ് ഇനോർഗാനിക് ആസിഡുകൾ. ഇനോർഗാനിക് ആസിഡുകൾ എന്നും നമ്മൾ ഇവരെ വിളിക്കാറുണ്ട്. ദേ ഡു നോട്ട് കണ്ടെയ്ൻ കാർബൺ എക്സെപ്റ്റ് ഓഫ് കാർബോണിക് ആസിഡ് വിച്ച് ഇസ് വീക്ക് മിനറൽ ആസിഡ്. ഇവരെന്തല്ല, ഇവരിൽ കാർബൺ ഇല്ല. നേരത്തെ നമ്മൾ പറഞ്ഞു ഇവിടുത്തെ പ്രധാന കമ്പോണന്റുകൾ കാർബണും ഹൈഡ്രജനുമാണെന്ന് പറഞ്ഞു. അതായത് നമ്മളുടെ ഭൂമിയിൽ കാണപ്പെടുന്ന നാച്ചുറലി കാണുന്ന ഓർഗാനിക് ആസിഡുകളിലെ പ്രധാനപ്പെട്ട കമ്പോണന്റുകൾ കാർബണും ഹൈഡ്രജനുമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വരുമ്പോൾ മിനറൽ ആസിഡിൽ വരുമ്പോൾ കാർബൺ എന്ന് പറയുന്നത് അതിലെ പ്രധാനപ്പെട്ട കമ്പോണന്റ് ആയിട്ട് വരില്ല. കാർബൺ കമ്പോണന്റ് അല്ല. മിനറൽ ആസിഡിലെ കാർബൺ കമ്പോണന്റ് അല്ല. പക്ഷെ ഒരാളുടെ കേസ് പഠിക്കണം. കാർബോണിക് ആസിഡില് കാർബൺ കണ്ടന്റ് ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് കാർബൺ ഉള്ളത് കൊണ്ടാണ് പ്രധാനമായിട്ടും വീക്ക് ആസിഡുകൾ എന്ന് വിളിക്കുന്നത്. കാർബോണിക് ആസിഡ് ഒരു എന്താണ് നാച്ചുറലി ഉള്ള ആസിഡ് അല്ല. അതായത് മിനറൽ ആസിഡിന് എക്സാമ്പിൾ ആണ്. കാർബോണിക് ആസിഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും കൺഫ്യൂഷൻ ആവും തോന്നുന്നു. കാർബോണിക് ആസിഡ് എന്ന് പറയുന്നത് കാർബൺ ഉള്ള ആസിഡാണ്. കാർബൺ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് കാർബോണിക് ആസിഡ് എന്ന് പറയുന്നത്. ഇപ്പത്തേത് നമ്മൾ നേരത്തെ പറഞ്ഞു നാച്ചുറലി ഉള്ള ആസിഡ്.
മരങ്ങളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ചെടികളിൽ നിന്നും രൂപപ്പെടുന്ന ആസിഡുകളാണ് ഓർഗാനിക് ആസിഡുകൾ. പൊതുവിൽ ഇവരുടെ കമ്പോണന്റ് കാർബണും ഹൈഡ്രജനുമാണ്. വീക്ക് ആസിഡുകളാണെന്ന് പറഞ്ഞു. മിനറൽ ആസിഡുകൾ ലബോറട്ടറികളിൽ പ്രിപ്പയർ ചെയ്യുന്ന ആസിഡുകളാണ്. ഇവരിൽ ആര് കമ്പോണന്റ് അല്ല? കാർബൺ കമ്പോണന്റ് അല്ല. കാർബൺ കമ്പോണന്റ് അല്ല. എന്നാൽ ഒരാളുടെ ഒരു എക്സെപ്ഷൻ കേസ് പഠിക്കണം. കാർബോണിക് ആസിഡ്. കാർബോണിക് ആസിഡ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ആസിഡാണ്. അതായത് ഒരു ഇനോർഗാനിക് ആസിഡ് ആണ്, മാൻമെയ്ഡ് ആയിട്ടുള്ള ആസിഡ് ആണ്, ലബോറട്ടറികളിൽ പ്രിപ്പയർ ചെയ്യുന്ന ആസിഡ് ആണ് കാർബോണിക് ആസിഡ്. ഇതില് കാർബൺ കണ്ടന്റ് ആയിട്ട് വരും. കാർബൺ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ആള് സ്ട്രോങ് ആസിഡ് അല്ല. അതായത് പൊതുവില് എല്ലാ ഇനോർഗാനിക് ആസിഡുകളും അതായത് മിനറൽ ആസിഡുകളും സ്ട്രോങ് ആസിഡുകളാണ്. പക്ഷേ കാർബൺ അടങ്ങിയിട്ടുള്ള ഒരു മിനറൽ ആസിഡ് ആയിട്ടുള്ള കാർബോണിക് ആസിഡ് വീക്ക് ആസിഡ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. പ്രധാനപ്പെട്ട കുറച്ച് സ്ട്രോങ് ആസിഡുകൾ, അതായത് നമ്മളുടെ എന്താണ് മിനറൽ ആസിഡുകൾ പഠിക്കണം. ഹൈഡ്രോക്ലോറിക് ആസിഡ്, നമ്മുടെ സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ഇതൊക്കെ സ്ട്രോങ് ആസിഡുകൾക്ക് എക്സാമ്പിൾ ആണ്. ഇങ്ങനെയാണെങ്കിൽ പ്രധാനപ്പെട്ട കുറച്ച് ആസിഡുകളും അവയുടെ വിളിപ്പേരുകളും പഠിക്കണം. ആദ്യം നമ്മൾ പഠിക്കുന്നത് കിങ് ഓഫ് ആസിഡ്. അതായത് നമുക്കറിയാം കിങ് ഓഫ് ആസിഡ്, കിങ് ഓഫ് കെമിക്കൽസ് എന്നൊക്കെ വിളിക്കുന്നത് ആരാണ്? നമ്മുടെ ആ ഒരു പദാർത്ഥം എല്ലാവർക്കും അറിയാം, സൾഫ്യൂരിക് ആസിഡ് ആണ് അല്ലേ? H2SO4 എന്ന് പറയും. കിങ് ഓഫ് കെമിക്കൽസ്, നമ്മുടെ കെമിക്കലുകളുടെ രാജാവ്, ആസിഡുകളുടെ രാജാവ് എന്നീ അപരനാമത്തിൽ അറിയപ്പെടുന്നതാണ് സൾഫ്യൂരിക് ആസിഡ്. The substance known as the king of chemicals is sulfuric acid. King of chemical എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആസിഡ് ആണ് സൾഫ്യൂരിക് ആസിഡ്. This acid is known as oil of vitriol. Oil of vitriol എന്ന പേരിൽ അറിയപ്പെടുന്നതും സൾഫ്യൂരിക് ആസിഡ് ആണ്. The acid is used in storage batteries. സ്റ്റോറേജ് ബാറ്ററി, ഇതൊക്കെ വൺ വേർഡ് ആണ് കേട്ടോ. സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡ് ആണ്. ദ പെർസെന്റേജ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് ഇൻ ലെഡ് ആസിഡ് ബാറ്ററീസ്. ലെഡ് ആസിഡ് ബാറ്ററികളുണ്ട്. ലെഡ് ആസിഡ് ബാറ്ററികളിൽ സൾഫ്യൂരിക് ആസിഡിന്റെ അളവ് പഠിക്കണം. 33.5% ആണ്. 33.50% ആണ് ലെഡ് ആസിഡ് ബാറ്ററികളിൽ സൾഫ്യൂരിക് ആസിഡിന്റെ അളവെന്ന് പറയുന്നത്. ദ ആസിഡ് യൂസ്ഡ് ഇൻ മാനുഫാക്ചർ ഓഫ് ഡൈനാമൈറ്റ്. ഡൈനാമൈറ്റിന്റെ മാനുഫാക്ചറിൽ ഉപയോഗിക്കുന്ന ആസിഡ്, ആസിഡുകളാണ് സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡും. ഡൈനാമൈറ്റിന്റെ മാനുഫാക്ചറിൽ ഉപയോഗിക്കുന്ന ആസിഡാണ്. ദ ആസിഡ് യൂസ്ഡ് ഇൻ കാർ ബാറ്ററീസ്. കാർ ബാറ്ററീസിൽ ഉപയോഗിക്കുന്നത്, കാറിന്റെ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡും നമ്മളുടെ സൾഫ്യൂരിക് ആസിഡ് ആണ്. ദ ആസിഡ് മെയിൻലി യൂസ്ഡ് ഇൻ ഫെർട്ടിലൈസർ മാനുഫാക്ചറിങ്. ഫെർട്ടിലൈസർ, വളനിർമ്മാണത്തില് ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ആണ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത്. The contact process, which is the manufacturing process of sulfuric acid, was derived by Peregrine Phillips. അതായത് നമ്മുടെ ഈ സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണ പ്രക്രിയ, മാനുഫാക്ചറിങ് പ്രോസസ്, സൾഫ്യൂരിക് ആസിഡ് ഇൻഡസ്ട്രിയൽ ലെവലിൽ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കോണ്ടാക്ട് പ്രോസസ്, സമ്പർക്ക പ്രക്രിയ എന്ന് പറയും. നമ്മുടെ സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണ പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് കോണ്ടാക്ട് പ്രോസസ്. സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണ പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് കോണ്ടാക്ട് പ്രോസസ് അല്ലെങ്കിൽ സമ്പർക്ക പ്രക്രിയ എന്ന് വിളിക്കും. ഈ പ്രോസസ്സ് പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് നമ്മളൊരു കാറ്റലിസ്റ്റിനെ ആഡ് ചെയ്ത് കൊടുക്കും, ഒരു ഉൽപ്രേരകത്തിനെ ആഡ് ചെയ്ത് കൊടുക്കും. അവന്റെ പേരാണ് വനേഡിയം പെന്റോക്സൈഡ്, V2O5 എന്ന് പറയും. മനസ്സിലായോ? അപ്പോ സൾഫ്യൂരിക് ആസിഡിന്റെ ആ ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്ന് പറയുന്നത് കോണ്ടാക്ട് പ്രോസസ് ആണ്. ആഡ് ചെയ്ത് കൊടുക്കുന്ന കാറ്റലിസ്റ്റ് വനേഡിയം പെന്റോക്സൈഡ് ആണ്. ഈ പ്രോസസ്സ് കണ്ടുപിടിച്ച മനുഷ്യനാണ് പെരിഗ്രെയിൻ ഫിലിപ്സ് എന്ന് പറയുന്നത്. ആസിഡ് യൂസ് ഫോർ ഓയിൽ റിഫൈനിങ്, വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ്. അതായത് ഓയിൽ റിഫൈനിങ്ങിനും വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റിനും ഉപയോഗിക്കുന്ന സൾഫ്യൂരിക് ആസിഡ് ആണ്. വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റിനും നമ്മുടെ ഓയിൽ റിഫൈനിങ്ങിനും ഉപയോഗിക്കുന്ന ആസിഡ് ഈ പറയുന്ന നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് ആണ്. ദ പ്ലാന്റ് വിത്ത് ക്ലൗഡ് ലെയേഴ്സ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് പാളികൾ നിറഞ്ഞിരിക്കുന്ന നമ്മളുടെ ആ ഒരു പ്ലാനറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് വീനസ് ആണ്, ശുക്രനാണ്. അപ്പൊ ശുക്രനിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല സൾഫ്യൂരിക് ആസിഡിന്റെ പാളികളൊക്കെ കാണാൻ പറ്റും. എന്തൊരുകി പോവും അല്ലേ? The planet with cloud layers of sulfuric acid. ഏത് പ്ലാനറ്റിലാണ് സൾഫ്യൂരിക് ആസിഡ് ലെയേഴ്സ് കാണപ്പെടുന്നത്?
അത് വീനസിലാണ്. ആസിഡ് ദാറ്റ് is stronger than 100% pure sulfuric acid is called a super acid. Acid that are stronger than 100% pure sulfuric acid. സൂപ്പർ, നമ്മുടെ ഒന്നാമത് സൾഫ്യൂരിക് ആസിഡ് ഭയങ്കര വീര്യം കൂടിയ ആസിഡാണ്. അവരെക്കാളും 100% ഇരട്ടി അല്ലെങ്കിൽ സൂപ്പർ ആസിഡ് എന്ന് വിളിക്കും അവരെ. അതായത് അവരെക്കാളും സൾഫ്യൂരിക് ആസിഡും പ്യുവർ സൾഫ്യൂരിക് ആസിഡിനെക്കാളും 100% ഇരട്ടി എന്താണ് സ്ട്രോങ്ങർ ആയിട്ടുള്ള ആസിഡുകളെ വിളിക്കുന്ന പേരാണ് സൂപ്പർ ആസിഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും സൾഫ്യൂരിക് ആസിഡിന്റെ വൺ വേർഡുകളാണ് ഓയിൽ ഓഫ് വിട്രിയോൾ എന്ന് വിളിക്കുന്നത്, കോണ്ടാക്ട് പ്രോസസ്സിലൂടെ ഉണ്ടാക്കുന്നത്, നമ്മുടെ ബാറ്ററികളിൽ ഉപയോഗിക്കുന്നത്, കാർ ബാറ്ററികളിൽ ഉപയോഗിക്കുന്നത്, ഡൈനാമൈറ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്, ഫെർട്ടിലൈസർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്, പിന്നെ എന്താണ് വീനസിൽ കാണപ്പെടുന്നത്, വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യുന്നതൊക്കെ ആരാണ്? സൾഫ്യൂരിക് ആസിഡ് ആണ്. സൂപ്പർ ആസിഡ് കണ്ടെത്തുന്നത് ഏത് വഴിയിട്ടാണ്? സൾഫ്യൂരിക് ആസിഡിന്റെ കോൺസെൻട്രേഷൻ വഴിയിട്ടാണ് സൂപ്പർ ആസിഡ് കണ്ടെത്തുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഈ പറയുന്ന സൾഫ്യൂരിക് ആസിഡിന്റെ ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ആസിഡ് ആണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഓർഗാനിക് ആസിഡ് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. വാട്ട് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് എൻ ഓർഗാനിക് ആസിഡ്? തന്നിരിക്കുന്നതിൽ ഓർഗാനിക് ആസിഡ് ഏതാണ്? നേരത്തെ പറഞ്ഞു ഓർഗാനിക് ആസിഡ് എങ്ങനെയാണ്? നാച്ചുറലി ഉണ്ടാകുന്ന ആസിഡുകളാണ് ഓർഗാനിക് ആസിഡ്. മിനറൽ ആസിഡുകളാണ് മാൻമെയ്ഡ് ആയിട്ടുള്ള കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നത്. സൾഫ്യൂരിക് ആസിഡ് ഓർഗാനിക് ആണോ? അല്ല, കൃത്രിമമായി ഉണ്ടാക്കുന്നതാണ്. നൈട്രിക് ആസിഡ് ആണോ? അല്ല. നമ്മുടെ സിട്രിക് ആസിഡ് ആണോ? അതെ, സിട്രിക് ആസിഡ് ആണ് ഓർഗാനിക് ആസിഡിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. സിട്രിക് ആസിഡ് സിട്രസ് ഫ്രൂട്ടുകളിൽ കാണപ്പെടുന്ന സിട്രിക് ആസിഡ് ആണ് ഓർഗാനിക് ആസിഡ്. വേറൊരു ക്വസ്റ്റൻ ആണ്. മിനറൽ ആസിഡ്സ് ആർ ജനറലി കൺസിഡർഡ് ടു ബി ഡാഷ് കമ്പയർഡ് ടു ഓർഗാനിക് ആസിഡ്. മിനറൽ ആസിഡുകൾ ഓർഗാനിക് ആസിഡുകളെ അപേക്ഷിച്ച് എന്താണ്? സ്ട്രോങ്ങർ ആണ്. പറഞ്ഞില്ലേ, സ്ട്രോങ്ങർ ആണ് അല്ലെ? സ്ട്രോങ്ങർ ആയിട്ടുള്ള ആസിഡുകളാണ് മിനറൽ ആസിഡുകൾ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ഭാഗം, നമ്മൾ ഇത്രയും നേരം പ്രധാനപ്പെട്ട ഓർഗാനിക് ആസിഡുകളും മിനറൽ ആസിഡുകളും പഠിച്ചു. ഇനി വളരെ ഒരു ചെറിയൊരു ഭാഗം നോക്കിക്കോ, ഓക്സി ആസിഡുകളും ഹൈഡ്രാസിഡുകളും. ഇത് ഓക്സി ആസിഡുകളും ഹൈഡ്രാസിഡുകളും അടുത്ത ആസിഡുകളെ തരംതിരിക്കുന്ന വേറൊരു ഭാഗമാണ്. നേരത്തെ നമ്മൾ ആ ഒരു എന്താ അവരുടെ ഒറിജിനേഷന്റെ ഭാഗമായിട്ട്, രൂപപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് തരംതിരിച്ചു. ഇനി അതിലെ കണ്ടന്റിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് ഓക്സി ആസിഡുകളെന്നും ഹൈഡ്രാസിഡുകളെന്നും. ഓക്സി ആസിഡ് എന്നാൽ ദീസ് ആർ ആസിഡ് കണ്ടെയ്ൻ ഓക്സിജൻ എലോങ് വിത്ത് ഹൈഡ്രജൻ അറ്റ്ലീസ്റ്റ് വൺ അതർ ഇലമെന്റ്. അതായത് ഹൈഡ്രജനോടൊപ്പം ഓക്സിജനും ഉണ്ടെങ്കിൽ, ഹൈഡ്രജനോടൊപ്പം ഓക്സിജൻ കണ്ടന്റ് ആയിട്ട് വരുന്നെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് ഓക്സി ആസിഡുകൾ. പേരിൽ തന്നെയില്ലേ, ഹൈഡ്രജനോടൊപ്പം ഓക്സിജനും ഉണ്ടെങ്കിൽ, ഒരു ആസിഡില് ഹൈഡ്രജനോടൊപ്പം ഓക്സിജൻ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ ഓക്സി ആസിഡുകൾ എന്ന് വിളിക്കും. ദേ യൂഷ്വലി കണ്ടെയ്ൻ എ ഹൈഡ്രജൻ ആറ്റം ബോണ്ടഡ് ടു ഓക്സിജൻ ആറ്റം. അതായത് പ്രധാനമായിട്ടും ഓക്സിജൻ ആറ്റം ഹൈഡ്രജൻ ആറ്റം ആയിട്ടല്ല, ഹൈഡ്രജൻ ആറ്റം ഒരു ഓക്സിജൻ ആറ്റമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് ഓക്സി ആസിഡ്. These are acids that contain oxygen along with the hydrogen and at least one other element. അതായത് എന്താണ്? ഒരു ഹൈഡ്രജൻ ആറ്റം ഹൈഡ്രജൻ ആറ്റം ഒരു ഓക്സിജൻ ആറ്റമായിട്ടെങ്കിലും ബോണ്ട് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് ഓക്സി ആസിഡുകൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ സൾഫ്യൂരിക് ആസിഡ് H2SO4, O ഇല്ലേ, ഓക്സിജൻ ഇല്ലേ. നൈട്രിക് ആസിഡ് HNO3, ഓക്സിജൻ ഉണ്ട്. ഫോസ്ഫോറിക് ആസിഡ് H3PO4, ഓക്സിജൻ ഉണ്ട്. കാർബോണിക് ആസിഡ് H2CO3, അതിനകത്തും ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഓക്സിജൻ കണ്ടന്റ് ആയിട്ട് വരുന്നത് കൊണ്ടാണ്, ഓക്സിജൻ എന്ന് പറയുന്ന കമ്പോണന്റ് കൂടി ഹൈഡ്രജനോടൊപ്പം ഉള്ളത് കൊണ്ടാണ് ഇവരെ നമ്മൾ ഓക്സി ആസിഡുകൾ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത വരുന്നതാണ് ഹൈഡ്രാസിഡുകൾ. ദ ആസിഡ് ദാറ്റ് കണ്ടെയ്ൻ ഹൈഡ്രജൻ ആൻഡ് അതർ നോൺ മെറ്റാലിക് ഇലമെന്റ്. അതായത് ഇവിടെ ഓക്സിജൻ ഇല്ല. നേരത്തെ പറഞ്ഞതിൽ ഓക്സിജൻ അറ്റാച്ച് ചെയ്ത് വന്നാൽ അവരെ ഓക്സി ആസിഡുകൾ എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ വരുമ്പോഴത്തേനും ഓക്സിജന് പകരം ഏതെങ്കിലും ഒരു നോൺ മെറ്റൽ ആയിട്ട്, ഓക്സിജന് പകരം ഏതെങ്കിലും ഒരു നോൺ മെറ്റാലിക് ഇലമെന്റുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രാസിഡുകൾ. അപ്പൊ ഹൈഡ്രാസിഡുകൾ എന്നാൽ ഹൈഡ്രജനോടൊപ്പം ഒരു നോൺ മെറ്റാലിക് കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ, ഹൈഡ്രജനോടൊപ്പം ഒരു നോൺ മെറ്റാലിക് കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രാസിഡുകൾ. അപ്പോൾ ഹൈഡ്രജനോടൊപ്പം ഓക്സിജൻ ഉണ്ടെങ്കിൽ അവരെ ഓക്സി ആസിഡുകൾ എന്ന് വിളിക്കും. ഹൈഡ്രജനോടൊപ്പം ഓക്സിജൻ ഇല്ല, പകരം ഏതെങ്കിലും ഒരു നോൺ മെറ്റാലിക് കോമ്പൗണ്ട് ആണെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രാസിഡുകൾ. എക്സാമ്പിൾ പഠിച്ചു വെച്ചോ. ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്, ഹൈഡ്രോസൾഫ്യൂരിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് അല്ല, ഹൈഡ്രോസൾഫ്യൂരിക് ആസിഡ് H2S, ഹൈഡ്രോബ്രോമിക് ആസിഡ് HBr. ഇതൊക്കെ എന്താണ്? ഹൈഡ്രാസിഡുകൾക്ക് എക്സാമ്പിൾ ആണ്. അപ്പൊ ഓക്സി ആസിഡുകൾ എന്നാൽ ഹൈഡ്രജനോടൊപ്പം ഓക്സിജൻ കമ്പോണന്റ് ആയിട്ട് വരുന്ന ആസിഡുകളെ ഓക്സി ആസിഡുകൾ എന്നും, ഹൈഡ്രജനോടൊപ്പം ഏതെങ്കിലും നോൺ മെറ്റാലിക് കോമ്പോണന്റ് അറ്റാച്ച് ചെയ്ത് വരുന്നവരെ നമ്മൾ
ഹൈഡ്രാസിഡുകൾ എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ നോക്കുക, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ ഓക്സി ആസിഡ്? ഓക്സി ആസിഡ് ഏതാണ്? താഴെ തന്നിരിക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഓക്സിജൻ ഉള്ളത് ഓക്സി ആസിഡ്. അപ്പൊ നമുക്കറിയാം HNO3. HNO3 ആരാണ്? നൈട്രിക് ആസിഡ് ആണ് അല്ലെ? ഇനി അടുത്തൊരു വകഭേദമാണ്. ഇവയില് വാട്ടറിന്റെ അളവിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഇത് എല്ലാവർക്കും അറിയാം, നമ്മൾ ലാബുകളിൽ കാണുന്നതാണ്. കോൺസെൻട്രേറ്റഡ് ആസിഡും ഡൈല്യൂട്ടഡ് ആസിഡും. കോൺസെൻട്രേറ്റഡ് ആസിഡ് എന്നാൽ ദ ആസിഡ് ദാറ്റ് കണ്ടെയ്ൻസ് വെരി ലാർജ് എമൗണ്ട് ഓഫ് ആസിഡ് ഇൻ വെരി സ്മോൾ എമൗണ്ട് ഓഫ് വാട്ടർ. അതായത് വാട്ടറും നമ്മുടെ ആസിഡും കൂടെ മിക്സ് ചെയ്യും. അപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് വാട്ടറിന്റെ അളവ് കുറവും ആസിഡിന്റെ അളവ് കൂടുതലുമാണെങ്കിൽ, ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് ആസിഡും വാട്ടറും ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് വാട്ടറിന്റെ അളവ് കുറഞ്ഞിരിക്കുകയും ആസിഡിന്റെ അളവ് കൂടിയിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് കോൺസെൻട്രേറ്റഡ് ആസിഡ് എന്ന് വിളിക്കാം, ഗാഢലായനി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ എന്താണ് അമ്ലം ആസിഡ് എന്ന് വിളിക്കാം. ഇറ്റ്സ് ഹൈലി കൊറോസീവ് ആൻഡ് കോസ് സിവിയർ ബേൺസ്. ഇത് ഭയങ്കര കൊറോസീവ് ആയിട്ടുള്ള സാധനമാണ്, ഭയങ്കരമായിട്ടുള്ള സിവിയർ ആയിട്ടുള്ള ബേൺസിന്, പൊള്ളലിനൊക്കെ സാധ്യതയുണ്ട്. ഇറ്റ് മസ്റ്റ് ബി ഹാൻഡിൽ വിത്ത് എക്സ്ട്രീം കെയർ ഇൻ ലബോറട്ടറീസ്. ലാബുകളിൽ പോലും വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കേണ്ടതാണ് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആസിഡുകൾ. അപ്പോൾ കോൺസെൻട്രേറ്റഡ് ആസിഡ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ അളവ് കുറവ്, വാട്ടറിന്റെ അളവ് കുറവും ആസിഡിന്റെ അളവ് കൂടുതലും, വാട്ടറിന്റെ അളവ് കുറവും ആസിഡിന്റെ അളവ് കൂടുതലുമാണെങ്കിൽ അതിനെ നമുക്ക് കോൺസെൻട്രേറ്റഡ് ആസിഡ് എന്ന് വിളിക്കാം. ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനമാണ്, സിവിയർ ആയിട്ടുള്ള ബേൺസിന് കാരണം. അതുകൊണ്ട് ഭയങ്കര കെയറോട് കൂടി വേണം ഇവരെ ഹാൻഡിൽ ചെയ്യാനായിട്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത് നമ്മൾ പഠിക്കുന്നതാണ് ഡൈല്യൂട്ടഡ് ആസിഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈല്യൂട്ടഡ് എന്നാൽ വെള്ളം അടിച്ചു കലക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ, വെള്ളത്തിന്റെ അളവ് കൂടുതലും ആസിഡിന്റെ അളവ് കുറവും, വെള്ളത്തിന്റെ അളവ് കൂടുതലും ആസിഡിന്റെ അളവ് കുറവും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് എടുക്കുമ്പോൾ അവിടെ അസിഡിക് ക്യാരക്ടർ എറിച്ചു നിൽക്കും, കൂടി നിൽക്കും, അസിഡിന്റെ ക്യാരക്ടർ കൂടി നിൽക്കും. ആസിഡ് എന്ന് പറയുന്നത് എപ്പോഴും ബേൺസ് ഒക്കെ ഉണ്ടാക്കുന്ന ആളാണ്. അപ്പോൾ ആസിഡിക്കിന്റെ ക്യാരക്ടർ കൂടി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കരമായി ഡേഞ്ചറസ് ആണ്. അതേസമയം ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യും? വാട്ടറിന്റെ അളവ് കൂടുതലാണ്, അസിഡിക് ക്യാരക്ടറിനെ സപ്രസ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് ഭയങ്കര അത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. എമൗണ്ട് ഓഫ് വാട്ടർ കൂടുതലാണ്. ഇത് കണ്ടെയ്ൻ സ്മോൾ എമൗണ്ട് ഓഫ് ആസിഡ് ആൻഡ് ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ. ആസിഡിന്റെ അളവ് കുറവും വാട്ടറിന്റെ അളവ് കൂടുതലുമാണെങ്കിൽ അതിന് നമുക്ക് ഡൈല്യൂട്ടഡ് ആസിഡ് എന്ന് വിളിക്കാം. ഈ പ്രിപ്പയർ ബൈ ആഡിങ് കോൺസെൻട്രേറ്റഡ് ആസിഡ് ടു വാട്ടർ. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? വാട്ടറിൽ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആസിഡിലോട്ട് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. കോൺസെൻട്രേറ്റഡ്, നേരെ തെറ്റാണ് കേട്ടോ, ഞാൻ പറഞ്ഞതിൽ ഒരു വലിയ മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല. കോൺസെൻട്രേറ്റഡ് ആസിഡ് ടു വാട്ടർ, വാട്ടറിലോട്ട് എന്ത് ചെയ്യുകയാണ്? ആസിഡിനെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇറ്റ് പ്രിപ്പയർ ബൈ ആഡിങ് കോൺസെൻട്രേറ്റഡ് ആസിഡ് ടു വാട്ടർ. വാട്ടറിലോട്ട് അതെന്താണ്? കോൺസെൻട്രേറ്റഡ് ആസിഡ് ടു വാട്ടർ, വാട്ടറിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഓൾവേസ് ആഡ് ആസിഡ് ടു വാട്ടർ. വാട്ടറിലോട്ട് എപ്പോഴും ആസിഡ് വേണം ഒഴിച്ചു കൊടുക്കാൻ. വാട്ടറിലോട്ട് ആസിഡ് ഒഴിച്ചു കൊടുക്കണം. വാട്ടർ ടു ആസിഡ് ചെയ്യരുത്. ആസിഡിലോട്ട് എന്ത് ചെയ്യണം? ഓൾവേസ് ആഡ് ആസിഡ് ടു വാട്ടർ. ഇത് വെള്ളമാണ്. ഈ വെള്ളത്തിലോട്ട് നമുക്ക് എന്തിനെ ഒഴിച്ചു കൊടുക്കാം? ആസിഡിനെ ഒഴിച്ചു കൊടുക്കാം. ഇത് വാട്ടർ ആണ്, H2 ആണ്, ഇത് ആസിഡ് ആണ്. ഇതിലോട്ട്, അതായത് ആസിഡിന് നമുക്ക് വാട്ടറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതേസമയം ഈ ആസിഡ്, ഇതിനകത്ത് ആസിഡ് എന്ന് വെച്ചോ, ഇതിലോട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വാട്ടർ ഒഴിക്കാൻ പാടില്ല. അതായത് ആസിഡിലോട്ട് ഡയറക്റ്റ് വാട്ടർ ഒഴിക്കരുത്. ഓൾവേസ് ആഡ് ആസിഡ് ടു വാട്ടർ, വാട്ടർ ടു, നെവർ ആഡ് വാട്ടർ ടു ആസിഡ്. ആസിഡിലോട്ട് എടുത്ത് വെള്ളത്തിനെ ഒഴിക്കരുത്, കത്തിപ്പോകും. ആഡിങ് വാട്ടർ ടു കോൺസെൻട്രേറ്റഡ് ആസിഡ് കോസസ് സഡൻ റിലീസ് ഓഫ് ഹീറ്റ്. അതായത് എക്സോതെർമിക് റിയാക്ഷൻ ഉണ്ടാകും. ആസിഡ് ഇരിക്കുകയാണ്, ഈ ആസിഡ് ഇരിക്കുന്നു, ഡയറക്റ്റ് നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാകും? പെട്ടെന്ന് അവിടെ എക്സോതെർമിക് റിയാക്ഷൻ ഉണ്ടാകും. അതായത് ടെമ്പറേച്ചർ പുറത്തോട്ട് വരും, ടെമ്പറേച്ചർ റിലീസ് ചെയ്യും, ഭയങ്കരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കും. അതായത് ബേൺ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. വിച്ച് ക്യാൻ കോസ് ദ മിക്സർ ഓഫ് സ്പ്ലാഷ് ഔട്ട്, പൊട്ടിത്തെറിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ എപ്പോഴും നമ്മൾ വാട്ടർ എടുക്കുക, അതിലോട്ട് വേണം എന്ത് ചെയ്യാൻ? ആസിഡ് ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കാൻ. അല്ലാതെ എടുത്ത് ആസിഡിലോട്ട് ഡയറക്റ്റ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എക്സോതെർമൽ റിയാക്ഷൻ ഉണ്ടാകും, സ്പ്ലാഷ് ഔട്ടിന് കാരണമാകും. ഓക്കെ, അപ്പൊ എന്താണ് കോൺസെൻട്രേറ്റഡ് ആസിഡ്? എന്താണ് നമ്മുടെ ഡൈല്യൂട്ടഡ് ആസിഡ് എന്ന് പറഞ്ഞാൽ? കോൺസെൻട്രേറ്റഡ് ആസിഡ് എന്ന് പറഞ്ഞാൽ ആസിഡിന്റെ അളവ് കൂടുതലും നമ്മുടെ വാട്ടറിന്റെ അളവ് കുറവുമായിരിക്കും. ഇനി ഡൈല്യൂട്ടഡ് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാട്ടറിന്റെ അളവ് കൂടുതലും ആസിഡിന്റെ അളവ് കുറവുമായിരിക്കും. ഇനി ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എപ്പോഴും വാട്ടറിലോട്ട് വേണം ആസിഡ് ഒഴിച്ചു കൊടുക്കാൻ. അടുത്ത ക്വസ്റ്റൻ ആണ്, സൊല്യൂഷൻ കണ്ടെയ്ൻ വെരി ഹൈ പെർസെന്റേജ് ഓഫ് ആസിഡ് ആൻഡ് വെരി ലിറ്റിൽ വാട്ടർ. പറഞ്ഞ കാര്യം, ആസിഡിന്റെ അളവ് കൂടുതലും വാട്ടറിന്റെ അളവ് കുറവുമാണെങ്കിൽ നമ്മൾക്ക് എന്ത് വിളിക്കാം?
ആസിഡിന്റെ അളവ് കൂടുതലും വാട്ടറിന്റെ അളവ് കുറവുമാണെങ്കിൽ അത് കോൺസെൻട്രേറ്റഡ് ആസിഡ് എന്ന് വിളിക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഏതാണ് തന്നിരിക്കുന്നത് വീക്ക് ആസിഡ്? വീക്ക് ആസിഡ് ഏതാണ്? നൈട്രിക് ആസിഡ് ആണോ, സൾഫ്യൂരിക് ആസിഡ് ആണോ, അസറ്റിക് ആസിഡ് ആണോ, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണോ? ആൻസർ അസറ്റിക് ആസിഡ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞു കാർബൺ ഉണ്ടെങ്കിൽ ആരായിരിക്കും? വീക്ക് ആസിഡ് ആയിരിക്കും. കാർബൺ കമ്പോണന്റ് ആയിട്ട് വരുന്നവര് ഓർഗാനിക് ആസിഡ് അല്ലെങ്കിൽ വീക്ക് ആസിഡ് ആണെന്ന് പറഞ്ഞു. അസറ്റിക് ആസിഡ് ഇതല്ലേ, CH3COOH അല്ലേ കാർബൺ കണ്ടന്റ് ആയിട്ട് വരുന്നില്ലേ? അതുകൊണ്ടാണ് ആള് വീക്ക് ആസിഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സ്ട്രോങ്. ഇനി അടുത്ത് എന്താണ് സ്ട്രോങ് ആസിഡ്, എന്താണ് വീക്ക് ആസിഡ് എന്ന് നോക്കാം. Strong acid is one completely ionized in an aqueous solution. This means almost all acid molecules break up into release hydrogen ions. ആസിഡുകൾ പൊതുവെ ഹൈഡ്രജൻ അയോണുകളെ റിലീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. കംപ്ലീറ്റ് ആയിട്ട്, അതായത് എന്താണ് ഒരു aqueous സൊല്യൂഷനിൽ, ഒരു aqueous സൊല്യൂഷനിൽ, ഒരു ലായനിയില് കംപ്ലീറ്റ്ലി അയണൈസേഷൻ നടന്ന ഹൈഡ്രജൻ അയോണുകളെ റിലീസ് ചെയ്താൽ അവരെ നമുക്ക് സ്ട്രോങ് ആസിഡുകൾ എന്ന് വിളിക്കാം. അതായത് ഒരു aqueous സൊല്യൂഷനിലെ കംപ്ലീറ്റ് അയണൈസേഷൻ നടന്നാൽ നമുക്കതിനെ സ്ട്രോങ് ആസിഡുകൾ എന്ന് വിളിക്കാം. ദേ ഹാവ് എ വെരി ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺ. അതായത് ഹൈഡ്രജൻ അയോണുകളുടെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. അരീനിയസ് പ്രിൻസിപ്പലിന്റെ കേസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, അതേ സംഭവം തന്നെ. അതായത് കംപ്ലീറ്റ് അയണൈസേഷൻ നടക്കണം. ഒരു aqueous സൊല്യൂഷനിലെ കംപ്ലീറ്റ് അയണൈസേഷൻ നടന്നു കഴിഞ്ഞ് ആ aqueous സൊല്യൂഷൻ എന്താണ് ഹൈഡ്രജൻ അയോണുകളെ റിലീസ് ചെയ്താൽ ഓൾമോസ്റ്റ് എല്ലാ ആസിഡ് മോളിക്യൂൾസുകളും ബ്രേക്കപ്പ് ആയി ഹൈഡ്രജൻ അയോണുകളെ റിലീസ് ചെയ്താൽ അവരെ നമുക്ക് സ്ട്രോങ് ആസിഡുകൾ എന്ന് വിളിക്കാം. ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. അതേസമയം വീക്ക് ആസിഡ് എന്നാൽ വീര്യം കുറഞ്ഞ ആസിഡുകൾ എന്നാണ് അർത്ഥം വരുന്നത്. അതായത് എന്താണ്, പാർഷ്യലി അയണൈസ് ചെയ്യുന്ന aqueous സൊല്യൂഷനിൽ പാർഷ്യലി അയണൈസ് ചെയ്യുന്ന ആസിഡ് മോളിക്യൂൾസ് ബ്രേക്കപ്പ് ആയി വളരെ കുറച്ച് ഹൈഡ്രജൻ അയോണുകളെ മാത്രം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് ആസിഡുകൾ എന്ന് വിളിക്കാം? weak ആസിഡുകൾ എന്ന് വിളിക്കാം. A weak acid is one that partially ionized in an aqueous solution. Only a small fraction of molecules break up into release hydrogen ions. വളരെ കുറച്ച് ആസിഡ് മോളിക്യൂൾസ് ബ്രേക്കപ്പ് ആയിട്ട് ഹൈഡ്രജൻ അയോണുകളെ റിലീസ് ചെയ്താൽ അതിനെ നമുക്ക് വീക്ക് ആസിഡ് എന്ന് വിളിക്കാം. അപ്പൊ എന്താണ് സ്ട്രോങ് ആസിഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് അയണൈസേഷൻ നടന്നു കഴിഞ്ഞ് എല്ലാ ആസിഡ് മോളിക്യൂൾസുകളും ബ്രേക്കപ്പ് ആയി ഹൈഡ്രജൻ അയോണുകളെ റിലീസ് ചെയ്താൽ അത് സ്ട്രോങ് ആസിഡുകൾ. പാർഷ്യലി അയണൈസേഷൻ നടന്നു കഴിഞ്ഞിട്ട് വളരെ കുറച്ച് അതാണ് ആസിഡ് മോളിക്യൂൾസ് മാത്രം ഹൈഡ്രജൻ അയോണുകൾ റിലീസ് ചെയ്താൽ അത് വീക്ക് ആസിഡ്. നമ്മുടെ അസറ്റിക് ആസിഡ്, സിട്രിക് ആസിഡ്, കാർബോണിക് ആസിഡുകൾ എല്ലാം തന്നെ വീക്ക് ആസിഡുകളാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇതിലെല്ലാം കാർബൺ എന്താണ് കണ്ടന്റ് ആയിട്ട് വരുന്നില്ലേ? ഇവരൊക്കെ കാർബൺ കമ്പോണന്റുകളായിട്ട് വരുന്നവരാണ് വീക്ക് ആസിഡുകളാണ്. വീക്ക് ആസിഡുകൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി, അതിൽ കാർബൺ കമ്പോണന്റ് ആയിട്ട് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അവരൊക്കെ വീക്ക് ആസിഡ് ആണ്. ഇനി അടുത്ത, വിച്ച് ഇസ് കെമിക്കലി നോൺ ആസ് വിറ്റാമിൻ സി. വിറ്റാമിൻ സി എന്നറിയപ്പെടുന്ന ആസിഡ് ആരാണ്? അത് അസ്കോർബിക് ആസിഡ് ആണ്. നമ്മുടെ നെല്ലിക്കയിലൊക്കെ അടങ്ങിയിരിക്കുന്ന ആസിഡ് ആണ് കേട്ടോ. വിറ്റാമിൻ സി എന്നറിയപ്പെടുന്നത് അസ്കോർബിക് ആസിഡ് ആണ്. ഇനി സിട്രിക് ആസിഡും അസ്കോർബിക് ആസിഡും. Citric acid, this is weak organic acid responsible for the sour taste in lemon, oranges, limes. നമ്മുടെ ലെമണിലെ ഓറഞ്ചസിലൊക്കെ കാണപ്പെടുന്നതാണ് സിട്രിക് ആസിഡ്. ഇറ്റ് ഇസ് എ നാച്ചുറൽ പ്രിസർവേറ്റീവ് ആൻഡ് യൂസ്ഡ് ആസ് മെറ്റബോളിസം ഓഫ് ഓൾ ലിവിങ് തിങ്സ്. അതായത് എല്ലാ ലിവിങ് തിങ്സിലും ഒരു മെറ്റബോളിസം ആയിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരാളാണ് സിട്രിക് ആസിഡ് എന്ന് പറയുന്നത്. വേറെ ഒന്നുമില്ല. സിട്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എല്ലാ സിട്രസ് ഫ്രൂട്ടുകളിലും കാണപ്പെടുന്ന ആസിഡുകളാണ്. അതായത് സിട്രസ് ഫ്രൂട്ടുകൾ, അതായത് ചെറിയ മഞ്ഞ നിറം തോന്നിക്കുന്ന ഫലങ്ങളിലെല്ലാം കാണപ്പെടുന്നത് സിട്രിക് ആസിഡ് ആണ്. ഈ പറയുന്ന അസ്കോർബിക് ആസിഡും എന്ത് തന്നെയാണ്? വിറ്റാമിൻ സി ആണ്. വിറ്റാമിൻ സി എന്ന് പറയുന്നത്, അതായത് സിട്രിക് ആസിഡും അസ്കോർബിക് ആസിഡ് എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. പേരുകളിൽ ഒരു മാറ്റം വരും. ഡയറക്റ്റ് ആയിട്ട് കിട്ടുമ്പോൾ നമ്മൾ അവരെ വിറ്റാമിൻ സി ഡയറക്റ്റ് ആയിട്ട് കിട്ടുമ്പോൾ നമ്മൾ അവരെ സിട്രിക് എന്ന് വിളിക്കും. പക്ഷേ ന്യൂട്രിയന്റ് ആയിട്ട് പറയുമ്പോഴാണ് അസ്കോർബിക് ആസിഡിന്റെ പേര് പറയുന്നത്. ഇറ്റ് ഇസ് ഓൾസോ ആസിഡ് ആൻഡ് ഫൗണ്ട് ഇൻ സെയിം ഫ്രൂട്ട്സ്, പ്രൈമറി റോൾസ് ഇൻ ബയോളജിക്കൽ, ബൂസ്റ്റിംഗ് ഇമ്മ്യൂണിറ്റി ആൻഡ് റിപ്പയറിംഗ് ടിഷ്യൂസ്. അപ്പോൾ അസ്കോർബിക് ആസിഡ് തന്നെയാണ് സിട്രിക് ആസിഡ്, സിട്രിക് ആസിഡ് തന്നെയാണ് അസ്കോർബിക് ആസിഡ്. വൈറ്റമിൻ സിയെ വിളിക്കുന്ന പേരാണ് ഈ പറയുന്ന അസ്കോർബിക് ആസിഡ്. പ്രധാനമായിട്ട് ഫ്രൂട്ടുകളിൽ നമ്മൾ എടുത്ത് പറയുന്നത് സിട്രിക് ആസിഡ് എന്നാണ് പറയുന്നത്. ആന്റി ഓക്സിഡന്റ് ആണ് ഇത് കേട്ടോ, നല്ലൊരു ആന്റി ഓക്സിഡന്റ് കൂടിയാണ്. ദ ഷാർപ്പ് പെയിൻ ആൻഡ് ഇറിറ്റേഷൻ കോസ്ഡ് ബൈ എൻ ആന്റ് സ്റ്റിംഗ് ഡ്യൂ ടു ദ ഇഞ്ചക്ഷൻ. അതായത് കടന്നലിന്റെ ഒക്കെ കുത്തേക്കൂലേ, അപ്പൊ നമുക്ക് ഭയങ്കരമായിട്ടൊരു വേദന തോന്നും. അതിന് കാരണം എന്താണ്? അതിന് കാരണമാണ് ഫോമിക് ആസിഡ്. കടന്നലിന്റെ കുത്തേക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന പെയിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഫോമിക് ആസിഡ് ആണ്. ഉറുമ്പ് കടിക്കുമ്പോൾ കാരണം ഫോമിക് ആസിഡ് ആണ്. കാരണം ഉറുമ്പിലും കടന്നലിലുമുള്ള ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? ഇവരിൽ അടങ്ങിയിരിക്കുന്നത് ഫോമിക് ആസിഡ് ആണ് കേട്ടോ. ഇനി പ്രധാനപ്പെട്ട വസ്തുക്കളും അതിലടങ്ങിയിരിക്കുന്ന ആസിഡുകളും പഠിക്കണം. ടൊമാറ്റോ,
ഓക്സാലിക് ആസിഡ്. നേരത്തെ സ്പിനാച്ച് പഠിച്ചില്ലേ, അതിനും ഓക്സാലിക് ആസിഡ് ആണ്. നമ്മുടെ ബനാന, നേന്ത്രപ്പഴം, അതാണ് ബനാന, ഓക്സാലിക് ആസിഡ് ആണ്. ഷാലോട്ട്, നമ്മുടെ എന്താണ് റെഡ് ഓണിയൻ, സെവോള ഓക്സാലിക് ആസിഡ് ആണ്. ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് ഓക്സാലിക് ആസിഡ് ആണ്. ടമറൈൻഡ്, പുളിയിലും എന്ത് തന്നെയാണ്, ടാർട്ടാറിക് ആസിഡ് ആണ്. അപ്പൊ ഓക്സാലിക് ആസിഡ് എവിടെയൊക്കെയാണ് വരുന്നത്? ടൊമാറ്റോയിൽ വരും, സ്പിനാച്ചിൽ വരും, നമ്മളുടെ ബനാനയിൽ വരും, റെഡ് ഓണിയനിൽ വരും, സവോളയിൽ വരും, ചോക്ലേറ്റിലൊക്കെ വരുന്നത് ഓക്സാലിക് ആസിഡ് ആണ്. ടമറിൻഡ്, ടാർട്ടാറിക് ആസിഡ്, അതായത് പുളിയില് നമ്മളുടെ ഈ പറയുന്ന ടാർട്ടാറിക് ആസിഡ് ആണ്. മുന്തിരിങ്ങയില്, ഗ്രേപ്പില് നമ്മുടെ ടാർട്ടാറിക് ആസിഡ് ആണ്. ആപ്പിളില് മാലിക് ആസിഡ് ആണ്. ആപ്പിള് മാല പോലെ കൊരുത്തിടുന്നു എന്ന് ആലോചിച്ചാൽ മതി. ആപ്പിളില് മാലിക് ആസിഡ് ആണ്. ഓയില്, എണ്ണയില് സ്റ്റിയറിക് ആസിഡ് ആണ്. സ്റ്റിയറിലൊക്കെ നമ്മൾ എണ്ണ ഇടുന്നു എന്ന് ചിന്തിച്ചാൽ മതി, സ്റ്റിയറിക് ആസിഡ് ആണ്. ഫാറ്റില്, കൊഴുപ്പിലും സ്റ്റിയറിക് ആസിഡ് ആണ്. പാം ഓയില് പാമോട്ടിക് ആസിഡ് ആണ്, പാമിറ്റിക് ആസിഡ് എന്ന് വിളിക്കാം. ടപ്പിയോക്ക, മരിച്ചീനി, ഹൈഡ്രോസയാനിക് ആസിഡ് അല്ലെങ്കിൽ പ്രൂസിക് ആസിഡ് ആണ്. വീര്യം കുറഞ്ഞ ആസിഡുകളിൽ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത് പ്രൂസിക് ആസിഡിനെ. മരിച്ചീനിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഹൈഡ്രോസയാനിക് ആസിഡ് അല്ലെങ്കിൽ നമ്മുടെ പ്രൂസിക് ആസിഡ്. ടീയിൽ അടങ്ങിയിരിക്കുന്നത് ടാനിക് ആസിഡ് ആണ്. കോക്കനട്ടിൽ അടങ്ങിയിരിക്കുന്നത് കാപ്രിക് ആസിഡ് ആണ്. റൈസിൽ അടങ്ങിയിരിക്കുന്നത് പൈറ്റിക് ആസിഡ് ആണ്. നമ്മുടെ കടന്നലിലൊക്കെ അടങ്ങിയിരിക്കുന്നത് എന്താണ്? അതും ഫോമിക് ആസിഡ് ആണ്. വാസ്പിൽ അടങ്ങിയിരിക്കുന്ന ഫോമിക് ആസിഡ് ആണ്. ഹണി ബീയിൽ അടങ്ങിയിരിക്കുന്ന ഫോമിക് ആസിഡ് ആണ്. ഓക്കെ, പേന പറ്റുന്നില്ല കേട്ടോ. ബീവാക്സിൽ മെഴുകിൽ അടങ്ങിയിരിക്കുന്നത് സെറോട്ടിക് ആസിഡ് ആണ്. സോഡ വാട്ടറിൽ അടങ്ങിയിരിക്കുന്നത്, നമ്മുടെ സോഡ വാട്ടറിൽ നമ്മൾ ആസിഡ് കയറുമ്പോഴത്തേനും പോയി സോഡ എടുത്ത് കുടിക്കും, അടങ്ങിയിരിക്കുന്നത് എന്താണ്? കാർബോണിക് ആസിഡ്. സോഫ്റ്റ് ഡ്രിങ്കുകളിൽ, ശീതള പാനീയങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഏത് ആസിഡാണ്? ഫോസ്ഫോറിക് ആസിഡ് ആണ്. അപ്പോ സോഡ വാട്ടറിൽ അടങ്ങിയിരിക്കുന്നത് കാർബോണിക് ആസിഡും നമ്മുടെ ശീതള പാനീയങ്ങൾ സോഫ്റ്റ് ഡ്രിങ്ക്സിൽ അടങ്ങിയിരിക്കുന്നത് നമ്മുടെ ഫോസ്ഫോറിക് ആസിഡും ആണ്. ലെമൺ, നാരങ്ങയിലെ സിട്രിക് ആസിഡ് ആണ്. ഓറഞ്ചിലെ സിട്രിക് ആസിഡ് ആണ്. പാഷൻ ഫ്രൂട്ടിലെ സിട്രിക് ആസിഡ് ആണ്. ഗൂസ്ബെറി, നെല്ലിക്കയില് അസ്കോർബിക് ആസിഡ് ആണ്. കേർഡില്, നമ്മുടെ തൈരില് എന്താണ്? ലാക്റ്റിക് ആസിഡ് ആണ്. ബീറ്റർ ലീഫില് വെറ്റിലയിൽ എന്താണ്? അത് കാച്ചിക്യൂറിക് ആസിഡ് ആണ്. വിനാഗിരിയില് അസറ്റിക് ആസിഡ് ആണ്. ആസ്പിരിൻ എന്ന് പറഞ്ഞ മെഡിസിൻ ആണ്. ആസ്പിരിൻ പെയിൻ കില്ലർ അല്ലേ? അതിന്റെ ആസിഡ് എന്താണ്? അസറ്റൈൽ സാലിസിലിക് ആസിഡ് ആണ്. മീറ്റ്, പ്രോട്ടീനിൽ എന്താണ്? അത് അമിനോ ആസിഡ് ആണ്. യൂറിനിലെ യൂറിക് ആസിഡ് ആണ്. സോയിൽ ചോദിച്ചിട്ടുണ്ട്, സോയില് ഹ്യൂമിക് ആസിഡ് ആണ്. ഇനി which acid is used in the pickling process to remove oxide layers from metals like steel? അതായത് നമ്മുടെ സ്റ്റീലിന്റെ മുകളിലൊക്കെ ഓക്സൈഡ് ലേയേഴ്സ് വരുന്നതിനെയാണ് നമ്മളെ പിക്ലിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്സൈഡ് ലേയേഴ്സ് വരുന്നതിനെയാണ് നമ്മളെ പിക്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ യൂസ്ഡ് ഇൻ ദ പിക്ലിംഗ് പ്രോസസ്, ഈ ഒരു പിക്ലിംഗ് പ്രോസസ് ടു റിമൂവ് ഓക്സൈഡ് ലേയേഴ്സ് ഫ്രം ദ മെറ്റൽ ലൈക്ക് സ്റ്റീലിന്റെ ഒക്കെ മുകളിൽ ഓക്സൈഡ് ലേയേഴ്സ് വരുമ്പോൾ ആ ഓക്സൈഡ് ലേയേഴ്സിനെ റിമൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന പിക്ലിംഗ് പ്രോസസ്സിന് ഉപയോഗിക്കുന്ന ആസിഡ് ആണ് HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത്. ഇനി പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. വളരെ കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് പോവാം. ആസിഡ് റെസ്പോൺസിബിൾ ഫോർ ദ പ്യൂജൻസി ഓഫ് റെഡ് ഓണിയൻസ്. എടാ, ഉള്ളി മുറിക്കുമ്പോൾ കരയുന്ന പോലെ തോന്നത്തില്ലേ? കാരണം എന്താണ്? അത് സൾഫേനിക് ആസിഡ് ആണ്. സവാള മുറിക്കുമ്പോൾ കണ്ണുനീര് വരാൻ കാരണമായ ആസിഡാണ് സൾഫേനിക് ആസിഡ് എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിംഗ് പ്രോസസ് ഓഫ് നൈട്രിക് ആസിഡ്. നേരത്തെ നമ്മുടെ കോണ്ടാക്ട് പ്രോസസ് സൾഫ്യൂരിക് ആസിഡ് പറഞ്ഞു. നൈട്രിക് ആസിഡിന്റെ പ്രോസസ് ആണ് ഓസ്വാൾഡ് പ്രോസസ് എന്ന് പറയുന്നത്. The salt of nitric acid. നൈട്രിക് ആസിഡിലെ സോൾട്ടിനെ വിളിക്കുന്ന പേരാണ് നൈട്രേറ്റുകൾ. എളുപ്പമല്ലേ? നൈട്രിക് ആസിഡിലെ സോൾട്ടുകളെ വിളിക്കുന്ന പേരാണ്, നൈട്രിക് ആസിഡിലെ ലവണങ്ങളെ വിളിക്കുന്ന പേരാണ് നൈട്രേറ്റുകൾ. The salt solution used to identify nitrate salt. ഈ നൈട്രേറ്റ് സോൾട്ടിനെ തിരിച്ചറിയാനായിട്ട് ഉപയോഗിക്കുന്ന കമ്പോണന്റ് ആണ്, സൊല്യൂഷൻ ആണ് ഫെറസ് സൾഫേറ്റ്. നൈട്രേറ്റ് കമ്പോണങ്ങളെ, നൈട്രിക് സൊല്യൂഷനിലെ നൈട്രേറ്റ് കമ്പോണങ്ങളെ തിരിച്ചറിയാനായിട്ട് ഉപയോഗിക്കുന്ന സൊല്യൂഷൻ ആണ് ഫെറസ് സൾഫേറ്റ്. The acid used to detect the presence of protein. പ്രോട്ടീനിന്റെ പ്രസൻസ് മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് നൈട്രിക് ആസിഡ് ആണ്. Which acid is known as aquafortis?
അക്വാ ഫോർട്ടിസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആസിഡ് ഏതാണ്? അത് നൈട്രിക് ആസിഡ് ആണ്. അക്വാ ഫോർട്ടിസ് നൈട്രിക് ആസിഡ് ആണ്. അക്വാ റീജിയ എന്നറിയപ്പെടുന്നതിൽ ഏതൊക്കെ ആസിഡ് ഉണ്ട്? ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡും ഉണ്ട്. അക്വാ ഫോർട്ടിസ് നൈട്രിക് ആസിഡ് ആണേ. The acid used to test purifying gold. ഗോൾഡിന്റെ പ്യൂരിറ്റി മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് നൈട്രിക് ആസിഡ് ആണ്. The acid used as an oxidizer in rocket. റോക്കറ്റുകളിൽ ഓക്സിഡൈസർ ആയിട്ട് ഉപയോഗിക്കുന്ന ആസിഡും നൈട്രിക് ആസിഡ് ആണ്. അപ്പൊ നൈട്രിക് ആസിഡ് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? പ്രോട്ടീന്റെ പ്രസൻസ് മനസ്സിലാക്കാൻ അക്വാ ഫോർട്ടിസ് എന്നറിയപ്പെടുന്നു. പ്യൂരിറ്റി ഓഫ് ഗോൾഡ്, ഗോൾഡിന്റെ പ്യൂരിറ്റി മനസ്സിലാക്കാൻ റോക്കറ്റുകളിൽ ഓക്സിഡൈസർ ആയിട്ട് ഉപയോഗിക്കുന്നതൊക്കെ നൈട്രിക് ആസിഡ് ആണ്. ആദ്യമായിട്ട് കണ്ടെത്തിയ ആസിഡ് ആണ് അസറ്റിക് ആസിഡ്. ഏറ്റവും പഴക്കം ചെന്ന ഓൾഡസ്റ്റ് ആയിട്ടുള്ള ആസിഡ് ആണ് അസറ്റിക് ആസിഡ്. ആസിഡ് ദാറ്റ് ഹ്യൂംസ് ഇൻ എയർ, എയറിൽ കത്തിപ്പോകുന്ന ആസിഡ്, നമ്മുടെ എയറിൽ വായുവിൽ കത്തിപ്പോകുന്ന ആസിഡ് ആണ് നൈട്രിക് ആസിഡ്. ദ മോസ്റ്റ് റിയാക്റ്റീവ് ആസിഡ്, വളരെയധികം റിയാക്ടിവിറ്റി കൂടിയ ആസിഡ് ആണ് പെർക്ലോറിക് ആസിഡ്. വീര്യം കൂടിയ ആസിഡ് എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. അതായത് സൾഫ്യൂരിക് ആസിഡ് അതിനേക്കാളും കൂടിയ ആസിഡ് ഉണ്ട് കേട്ടോ. എന്നാൽ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു ആസിഡ് ചോദിക്കുകയാണെങ്കിൽ പെർക്ലോറിക് ആസിഡ് ആണ്. ഓർഗാനിക് ആസിഡ് കണ്ടെയ്ൻ 12 or more കാർബൺ ഐറ്റം. സാധാരണ ഓർഗാനിക് ആസിഡിലെ പ്രധാനപ്പെട്ട കമ്പോണന്റുകൾ കാർബൺ ആണെന്നറിയാം. എന്നാൽ 12ൽ കൂടുതൽ കാർബൺ അടങ്ങിയിട്ടുള്ള ആസിഡ് ആണ് ഫാറ്റി ആസിഡ്. ഓക്കെ, അടുത്തത് ദ സോൾട്ട് ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. നൈട്രിക് ആസിഡിലെ സോൾട്ട് നൈട്രേറ്റ് ആണെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡിലെ സോൾട്ട് ക്ലോറൈഡുകളാണ്. അപ്പോ നൈട്രിക് ആസിഡിലെ സോൾട്ട് നൈട്രേറ്റുകളാണ്. മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന സൊല്യൂഷൻ ഫെറസ് സൾഫേറ്റ് ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡിലെ സോൾട്ട് എന്ന് പറയുന്നത് ക്ലോറൈഡുകളാണ്. സബ്സ്റ്റൻസ് ദാറ്റ് നോൺ ആസ് മ്യൂറിയാറ്റിക് ആസിഡ്. മ്യൂറിയാറ്റിക് ആസിഡ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. നമ്മുടെ മസിലുകളുടെ, അതായത് ദ കണ്ടെയ്ൻ അക്യുമുലേറ്റഡ് ഇൻ മസിൽസ്, നമ്മുടെ എല്ലുകളിലൊക്കെ അടിഞ്ഞുകൂടുന്ന ആസിഡ് ഏതാണ്? ലാക്റ്റിക് ആസിഡ് ആണ്. സബ്സ്റ്റൻസ് നോൺ ആസ് എഥനോയിക് ആസിഡ്. നോക്കിക്കോ, എഥനോയിക് ആസിഡ് എന്നറിയപ്പെടുന്നത് അസറ്റിക് ആസിഡ് ആണ്. എന്നാൽ മെഥനോയിക് ആസിഡ് എന്നറിയപ്പെടുന്നത് ഫോമിക് ആസിഡ് ആണ്. എഥനോയിക് ആസിഡ് അസറ്റിക് ആസിഡ് ആണ്. എന്നാൽ മെഥനോയിക് ആസിഡ് എന്നറിയപ്പെടുന്നത് ഫോമിക് ആസിഡ് ആണ്. ഫോമിക് ആസിഡ് നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ കടന്നലിന്റെ ഒക്കെ കുത്തേക്കുമ്പോൾ വേദനിക്കുന്ന കാരണം നമ്മുടെ ഫോമിക് ആസിഡ് ആണെന്ന് കണ്ടുകൂടെ അല്ലെ. അപ്പൊ എഥനോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അസറ്റിക് ആസിഡും മെഥനോയിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫോമിക് ആസിഡ് ആണ്. മാറിപ്പോരുത്. സബ്സ്റ്റൻസ് നോൺ ആസ് കാർബോണിക് ആസിഡ് സോഡ വാട്ടറിലാണ്. ഡിസോൾവ്ഡ് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ വാട്ടർ അണ്ടർ ഹൈ പ്രഷർ ഈസ് കോൾഡ് സോഡ വാട്ടർ. അതായത് നമ്മുടെ പ്രഷർ കൂടുതൽ വെച്ചിട്ട് എന്ത് ചെയ്യുകയാണ്? ഡിസോൾവ് കാർബൺ ഡൈ ഓക്സൈഡ്, അതായത് ഹൈ പ്രഷറിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ ഡിസോൾവ് ചെയ്ത് കിട്ടുന്നതാണ് സോഡ വാട്ടർ. ഹൈ പ്രഷറിൽ പ്രഷർ കൂടുതലായിരിക്കും. പ്രഷർ കൂടുന്ന സമയത്ത് നമ്മുടെ എന്ത് ചെയ്യുകയാണ്? നമ്മുടെ വാട്ടറിന് പ്രഷർ കൂടുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് സോഡ വാട്ടർ എന്ന് വിളിക്കുന്നത്. സബ്സ്റ്റൻസ് നോൺ ആസ് ആസ്പിരിൻ എന്നറിയപ്പെടുന്നത് അസറ്റൈൽ സാലിസിലിക് ആസിഡ് ആണ്. സ്പിരിറ്റ് ഓഫ് സോൾട്ട് എന്നറിയപ്പെടുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. സ്പിരിറ്റ് ഓഫ് നൈറ്റർ എന്നറിയപ്പെടുന്നത് നൈട്രിക് ആസിഡ് ആണ്. ദ ആസിഡ് ദാറ്റ് ഡിസോൾവ് ഗ്ലാസുകൾ ലയിച്ചു പോകുന്ന ആസിഡ് ആണ് ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്. ഗ്ലാസ് ലയിച്ചു പോകുന്ന ആസിഡ് ആണ് ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ആസിഡുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്. കുറേ ക്വസ്റ്റ്യൻസ് പറഞ്ഞു, ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഈ നോട്ട്, ഇന്ന് നമ്മൾ പഠിച്ച ഈ ക്ലാസ്സിന്റെ നോട്ട്, ഈ ഒരു നോട്ട് നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾക്ക് എഴുതിയെടുക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല. ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. ആസിഡുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യത, ആസിഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പഠിക്കേണ്ട ഒരു വലിയൊരു ലോങ് സെഷൻ ആണ്. നമ്മുടെ റെക്കോർഡ് ക്ലാസ്സിൽ കാണുന്ന കുട്ടികൾക്കറിയാം, 1, 2, 3 ക്ലാസ്സുകളിലായിട്ടാണ് നമ്മൾ ആസിഡ് എന്ന് പറയുന്ന ചാപ്റ്റർ തീർത്തിട്ടുള്ളത്. പക്ഷേ നിങ്ങൾക്ക് യൂട്യൂബിൽ ആ ഒരു ക്വസ്റ്റ്യൻസ് ഏത് ഭാഗത്തുനിന്ന് വരും എന്നുള്ള ഒരു മേഖല കവർ ചെയ്തുകൊണ്ട് പ്രീവിയസ് ഇയർ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു കുഞ്ഞു ക്ലാസ് ആണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. അപ്പൊ ആസിഡ് പഠിച്ചാൽ മതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പഠിക്കാനുണ്ട്. എന്നാൽ ക്വസ്റ്റ്യൻ വരുന്ന കുറച്ച് ഭാഗങ്ങളും ഒരു ഔട്ട്ലയർ മാത്രമാണ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിന്റെ നോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഒന്ന് പോയി നോക്കിയാൽ മതി. നമ്മുടെ ഈ പറയുന്ന വീഡിയോയുടെ താഴെ ടെലഗ്രാം ചാനലിന്റെ ആ ഒരു ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. നിങ്ങളൊന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ നോട്ട് മാത്രമല്ല, നിങ്ങൾക്ക് ഫുള്ളി എല്ലാ PDF-കളും എല്ലാ നോട്ടുകളും എല്ലാ ലൈവ് സെഷൻ്റെ നോട്ടും നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഇതുപോലത്തെ ക്ലാസ്സുകൾ വേണമെങ്കിലും ഏത് ക്ലാസ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പോർഷനാണോ വേണ്ടത്, ഇന്ന പോർഷൻ നിങ്ങൾക്ക് വേണം, ജിയോഗ്രഫിയുടെ പോർഷനാണോ, മാത്സിൻ്റെ പോർഷനാണോ, കെമിസ്ട്രി ആണോ, ഫിസിക്സ് ആണോ, എന്ത് പോർഷൻ വേണമെങ്കിലും
ആ ഒരു പോർഷൻ ഏതാണോ നിങ്ങൾക്ക് കുറച്ച് പാടായിട്ടുള്ള ആ പോർഷൻ നിങ്ങൾ കമന്റ് ചെയ്താലും നിങ്ങൾ അങ്ങനത്തെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. എല്ലാവരും പഠിക്കാം.